അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാർ, ബഹുമാന്യരായ വെൽഫെയർ അസോസിയേഷൻ്റെ പ്രവർത്തകർ, മഹല്ല് കമ്മിറ്റി പ്രവർത്തകർ, സഹോദരങ്ങൾ, സഹോദരിമാർ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അള്ളാഹു തആല ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ തൗബയുടെ പേരിൽ ഇവിടെ സംഗമിച്ചതിന് ഒരു അർത്ഥവും ഒരു പ്രയോജനവും തരട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ഇക്കഴിഞ്ഞ അനുഗ്രഹീതമായ ദിവസങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ സ്പാർക്കിംഗ്, ഒരു ഇലാഹി ചിന്തയുടെ വെളിച്ചം എവിടെയോ വന്ന പോലെ അനുഭവപ്പെട്ടാൽ അതൊരു സത്യമാണ്. അത് നിലനിർത്തുക എന്നൊരു ഉപദേശമാണ് ഈ ഉള്ളവൻ്റെ ചെറിയ വാക്കുകൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ആളുകൾ കുറയുന്ന ഒരു സ്വഭാവം ആത്മീയ മജ്ലിസുകളിലും സദസ്സുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. റമദാൻ കഴിഞ്ഞ ഉടനെ ആളുകൾ കുറഞ്ഞ ഒരു ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ചിത്രം കൊടുത്തിട്ട് അതിൻ്റെ അടിക്കുറിപ്പായി എഴുതുകയും അത് പ്രചരിക്കുകയും ചെയ്ത ഒരു അറബ് ചിത്രം വാട്സാപ്പ് മെസ്സേജായി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. അവിടെ അടിക്കുറിപ്പായി എഴുതി വെച്ചതും ആ ചിത്രത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആശയത്തെ അംഗീകരിച്ചതും ദഹബൽ യൂഫ് വബഖിയൽ അഹ്ൽ എന്ന വാചകങ്ങളാണ്. അതിഥികളൊക്കെ പോയി, ഇനി വീട്ടുകാർ മാത്രമായി എന്നതാണ് റമദാനിക്ക് ശേഷമുള്ള ഒരു ജമാഅത്ത് നിസ്കാരത്തിൻ്റെ അടിക്കുറിപ്പിൽ അറബി എഴുതി വെച്ചത്. ഒരു അറബി കാർട്ടൂണിസ്റ്റ് എഴുതി വെച്ചത് അങ്ങനെയാണ്. വിരുന്നുകാരൊക്കെ പോയി, ഇനി വീട്ടുകാർ മാത്രം. ദഹബൽ യൂഫ് വബഖിയൽ അഹ്ൽ, വിരുന്നുകാരൊക്കെ പോയി, വീട്ടുകാർ മാത്രം. എല്ലാ മേഖലകളും അങ്ങനെയാണ്. റമദാൻ 1 സുബഹി നിസ്കാരം പള്ളി നിറഞ്ഞിരുന്നു. എന്നാൽ ശവ്വാൽ 2 ചെറിയ പെരുന്നാളിൻ്റെ പിറ്റേന്ന് സുബഹി നിസ്കാരത്തിന് ആളുകൾ ഇല്ല. സ്വാഭാവികമായും അന്ന് പള്ളിയിലെ ഉസ്താദിന് ലീവായതുകൊണ്ട് മിഹ്റാബിലും നിൽക്കേണ്ട ആള് ഇല്ല എന്നുള്ളതാണ്. അതവിടെ ഇരിക്കട്ടെ. മഅ്മൂമായി പങ്കെടുക്കേണ്ട ആളുകൾ ആ മഹല്ല് നിവാസികൾ തന്നെയാണ്. അവർ മഹല്ലിൽ നിന്നും പേര് വെട്ടി വീട് മാറിപ്പോയവരല്ല. ഈ ഒരു സ്വഭാവം എല്ലാ നാടുകളിലും ഉണ്ട്. റമദാനിൽ കിട്ടിയ വെളിച്ചം റമദാൻ തീരുമ്പോഴേക്കും നശിപ്പിക്കുന്നു എന്നതാണ്. റമദാനിൽ നാം ചെയ്ത അമലുകൾ, റമദാനിൽ നമ്മൾ പാലിച്ച അദബുകൾ, നാം ക്രമീകരിച്ച ശീലങ്ങൾ, ചിട്ടകൾ സ്വന്തം ശരീരത്തെ ആത്മീയതയിൽ നിലനിർത്താൻ നടത്തിയ മൗന ഉപദേശങ്ങളാണ് എന്നതിന് പുറമെ സാധാരണയിൽ കവിഞ്ഞ ഖുർആൻ ക്ലാസുകൾ, ഹദീസ് പഠന ക്ലാസുകൾ, തൗബ മജ്ലിസുകൾ ഒക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ എവിടെ പ്രയോജനം ചെയ്യുന്നു എന്ന ഒരു ചിന്തയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. മഹാന്മാരായ തസവുഫിന്റെ ഉലമാ വളരെ കൃത്യമായി തന്നെ നിലപാടുകൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. വദായിഫു റമദാൻ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ മഹാനായ ഇബ്നു റജബ് തങ്ങളുടെ ലതായിഫുൽ മആരിഫിലും ഒക്കെ പറയുന്നുണ്ട്. താബിഈങ്ങളിൽ പ്രമുഖനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്, മൻ സാമ റമദാൻ വഹുവ യുഹദ്ദിസു നഫ്സഹു ഇദാ അഫ്തറ ബഅദ റമദാൻ അസാ റബ്ബഹ്.
ഒരാള് റമദാനിൽ നോമ്പെടുക്കുന്നുണ്ട്, അമലുകളുണ്ട്, പക്ഷെ അവൻ്റെ ഉള്ളിലുണ്ട് റമദാൻ മാസമല്ലേ, അതൊന്ന് കഴിഞ്ഞിട്ട് വേണം ആ ഒരു കാര്യമൊന്ന് ചെയ്യാൻ. ഏതൊരു കാര്യത്തെയാണോ അവൻ ഉദ്ദേശിച്ചത്, ആ പിന്നീട് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഒരു തെറ്റായ കാര്യമാണ് എങ്കിൽ അവൻ ഇപ്പോൾ റമദാനിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നോമ്പും അമലും അവനിലേക്ക് അള്ളാഹു തിരിച്ചു നൽകുമെന്ന് മഹാന്മാരായ സുഫിയാക്കൾ പറയാം. വമൻ സാമ റമദാൻ വഹുവ യുഹദ്ദിസു നഫ്സഹു ഇദാ അഫ്തറ ബഅദ റമദാൻ അല്ലാ യഅസി അല്ലാഹ്. എന്നാൽ ഒരാൾ റമദാനിൽ നോമ്പെടുക്കുന്നു, അമൽ ചെയ്യുന്നു, അപ്പോൾ അവൻ്റെ ഉള്ളിലുള്ളത് റമദാൻ കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ ഇതിലും നന്നായി ജീവിക്കണം എന്ന ഒരു നല്ല ഉദ്ദേശം ഉള്ളിൽ ഉണ്ടെങ്കിൽ മഹാന്മാര് പറയുന്നു, എന്നാൽ ദഖലൽ ജന്നത ബിഗൈരി ഹിസാബ് വലാ മസ്അല, ആ മനുഷ്യന് ഖബറിൽ ചോദ്യവുമില്ല, ഹിസാബ് അവന് എളുപ്പമാണ്, അവൻ നേരെ സ്വർഗത്തിലേക്ക് എന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ലതായിഫുൽ മആരിഫിൽ നമുക്ക് വചനം കാണാൻ കഴിയും. അപ്പൊ അത്രത്തോളം ഒരു പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ പ്രവൃത്തികൾ ചെയ്യുന്ന രണ്ട് ചിന്താഗതിയുള്ള രണ്ടാളുകളെയാണ് ഇവിടെ നമ്മൾ ബോധ്യമാക്കേണ്ടത്, അവരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഞാനും നിങ്ങളൊക്കെ തന്നെയാണ്. റമദാൻ കഴിഞ്ഞിട്ടും ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും നന്നായി ജീവിക്കണം എന്നൊരു ചിന്ത ഉള്ളിലുണ്ടായാൽ തന്നെ നമുക്ക് സ്വർഗമാണ്, ഖബറിൽ ചോദ്യം എളുപ്പമാണ്. ഈമാന്റെ ഒരു ചെറിയ സ്പാർക്കിംഗ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് റമദാൻ കൊണ്ട്. എന്തോ ഒന്നുണ്ട്, അത് നശിപ്പിച്ച് കളയാതെ നിലനിർത്തി പോകണം. സ്വഹാബികളൊക്കെ അത് നിരന്തരം നിലനിന്നവരാണ്. സ്വഹാബികളെ കുറിച്ച് പറയുന്ന പരിശുദ്ധമായ ഖുർആന്റെ അധ്യാപനങ്ങൾ ഈ വെളിച്ചം അവരിൽ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل. സ്വഹാബികളുടെ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. അവർക്കൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു വെളിച്ചല്ല മനസ്സിലുള്ളത്. ഒരു പേടിയുണ്ടല്ലോ, അള്ളാന്നൊരു തോന്നലുണ്ടല്ലോ, അത് വല്ലപ്പോഴല്ല, അത് നിരന്തരം ഉണ്ടായിരുന്നു. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹ്. അവർ നിസ്കരിക്കുമ്പോഴും അവർ മറ്റു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിൽ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹു ഇത് സ്വീകരിക്കണം, പടച്ചവന്റെ പൊരുത്തം കിട്ടണം എന്നതായിരുന്നു. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്. അവരുടെ കൽബിലെ നല്ല ചിന്താഗതിയെ മുഖത്ത് നോക്കിയാൽ കാണാൻ കഴിയുമായിരുന്നു എന്ന് ഖുർആൻ. കൽബ്, മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാ പറയാം. ഹൃദയത്തിലുള്ള ആ വെളിച്ചത്തെ മുഖത്ത് കാണാമായിരുന്നു. അതൊരു ചരിത്രമായിരുന്നു. ഇങ്ങനെ കുറെ മഹാന്മാരാണ് ആ വരുന്ന സ്വഹാബികൾ എന്ന് പരിശുദ്ധമായ പ്രമാണങ്ങൾ പണ്ടേ പരിചയപ്പെടുത്തി. തൗറാത്തിൽ സ്വഹാബികളെ മുഖത്ത് വെളിച്ചമുള്ളവരാണെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇഞ്ചീലിൽ സ്വഹാബികളെ മുഖത്ത് വെളിച്ചമുള്ളവരെന്നാ പറഞ്ഞിട്ടുള്ളത്. മുഖത്തൊരു വെളിച്ചമുണ്ട്. ചില മനുഷ്യരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും വെളിച്ചം ആ മുഖത്ത് കാണാറുണ്ട്. അതുകൊണ്ടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, 1000 ഷഹീദിന്റെ കൂലി കിട്ടാൻ ഒരു മനുഷ്യന് സാധ്യമായ ഒരു അമലുണ്ട്. ആ അമല് ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്യലാണെന്ന് പുണ്യ നബി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറയൂ. ബൈത്തുൽ മുഖദ്ദസിന്റെ സിയാറത്ത് കൊണ്ട് കിട്ടുന്ന പ്രതിഫലം 1000 ഷഹീദിന്റെ പദവി എന്ന് മുഹമ്മദ് നബി. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി ആ പ്രതിഫലം സ്വായത്തമാക്കാൻ ഒരാൾക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ ഒരു ഉഖ്റവിയായ ആലിമിന്റെ മുഖത്ത് നോക്കിയാൽ
ആ പ്രതിഫലം കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖറവിയായ ആലിമിന്റെ മുഖത്തെന്തപ്പ ഉള്ളത്? അതാ നേരത്തെ പറഞ്ഞത്, ഖൽബിലുള്ള ഒരു വെളിച്ചം അവരുടെ മുഖത്തുണ്ടാവും. അവരൊന്ന് നോക്കിയാൽ മതി, ആ ഒരു നോട്ടത്തിൽ തന്നെ സംഭവിക്കുന്നത്. ഞങ്ങളുടെ നാട് പെരുമ്പാവൂര്, അവിടെ മുടിക്കൽ മഹാനായ മാടവനായ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ പരിശുദ്ധമായ ദർഗ നമുക്ക് കാണാൻ കഴിയും. ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ പ്രിയ ശിഷ്യന്മാരുടെ പേര് എണ്ണി വരുമ്പോൾ അതിൽ കാണാവുന്ന പ്രായം കുറഞ്ഞ അന്നത്തെ ശിഷ്യഗണത്തിലെ പ്രമുഖനാണ് മഹാനായ മടവൂര് CM അബൂബക്കർ മുസ്ലിയാർ, മടവൂർ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ മടവൂർ CM വലിയുള്ളാഹി തങ്ങളെ പോലെയുള്ളവര് ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ ശിക്ഷണത്തിൽ കഴിയുന്ന ആ കാലഘട്ടത്തിന്റെ അനുഭവം എങ്ങനെയെന്ന് പഴമക്കാർ പറയാറുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിക്കലോ ഒന്നുമില്ല. ഒരു മുറബിയായ ഷെയ്ഖിന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ ആ മുറബിയായ ഷെയ്ഖ് തന്റെ മുന്നിൽ വരുന്ന അനുവാചകന്റെ ഹൃദയത്തിലേക്ക് നോക്കും എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ നോട്ടം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ തുടർച്ചയാണത്. വിഷം പുരട്ടിയ ആട്ടിറച്ചിയുമായി പുണ്യനബിയെ കൊല്ലാൻ വേണ്ടി വന്ന ജൂത സമൂഹത്തെ കുറിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയുടെ ആധികാരിക ഗ്രന്ഥമായ ശറഹുൽ അഖായിദിലും മറ്റുമൊക്കെ മഹാന്മാർ പ്രതിപാദിക്കുന്നുണ്ട്, ഹദീസിന്റെ കിതാബുകളിലുണ്ട്. വിഷം പുരട്ടിയ ആട്ടിറച്ചി രുചിക്കുന്നതിന് മുന്നേ തന്നെ അതിൽ വിഷമുണ്ടെന്ന് മനസ്സിലാക്കാൻ കൊണ്ടുവന്ന ആളുടെ മുഖഭാവത്തിൽ നിന്നും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിച്ചെടുത്തതാണ്. 5 വർഷങ്ങൾക്ക് ശേഷം ഇരുതല മൂർച്ചയുള്ള ആയുധം കൊണ്ട് തന്റെ പിരടി വെട്ടാൻ പോകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽസം എന്ന് പറയുന്ന മനുഷ്യൻ മുന്നിൽ വന്നുകൊണ്ട് പ്രകീർത്തിച്ച് പാട്ട് പാടിയപ്പോൾ ആസ്വാദനത്തിന്റെ അപ്പുറവും തന്റെ ഘാതകനാണ് ഈ പാട്ട് പാടുന്നതെന്ന് തിരിച്ചറിയാൻ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മഹാന്മാരായ തർബിയത്തിന്റെ പദവിയിലുള്ള മഹാന്മാരായ ഔലിയാക്കളുടെ മുന്നിൽ ചെന്ന് നിന്നു കഴിഞ്ഞാൽ അവർ നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലൊക്കെ ആ നോട്ടം തന്നെ ഒരു ചികിത്സയാണത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ കാലം ഇത്രയും പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. അങ്ങനെയുള്ള ഒരു അധ്യാപനത്തിന്റെ മരച്ചുവട്ടിലാണ് നമ്മൾ ഇപ്പോഴും കൂടിയിട്ടുള്ളത്. സഹസ്രക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കൊടുത്ത ഒരു ഭൂമികയുടെ ഒരു തറവാടിന്റെ മുറ്റത്തു നിന്നും പിച്ച വെച്ച് ആറ്റുപുറത്തേക്ക് നടന്നു നീങ്ങിയ പൊന്നുമോൻ ശൈഖ് സയ്യിദ് മുനവ്വർ ഷാ സാഹിബ് പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന മഹാനും ആ ഹൃദയത്തിലേക്ക് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽബാഗമെന്നോവർ, അവർ ഹൃദയം ചികിത്സിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവർക്കതിന് കഴിയൂ. കാരണം ഹൃദയത്തിൽ വെളിച്ചമുള്ളവനെ മറ്റൊരു ഹൃദയത്തെ ചികിത്സിക്കാൻ കഴിയൂ. ഒരു ചിന്താഗതിയെ തിരുത്തലാണ് ഹൃദയം ചികിത്സിക്കൽ. ഒരു ധാരണയെ തിരുത്തലാണ് ഹൃദയം ചികിത്സിക്കൽ. ഒരു ധാരണയെ തിരുത്തലാണ് ഹൃദയം ചികിത്സിക്കൽ എന്ന് മഹാന്മാർ പഠിപ്പിക്കാം. ഒരു ധാരണ തിരുത്തി അറിഞ്ഞത്, ഒരു അറിവുള്ള കാര്യത്തിൽ പിഴവുകളെ തിരുത്താൻ കഴിയും. പക്ഷെ ധരിച്ചത് തിരുത്തൽ പ്രയാസമാണ്. അതിന് തർബിയത്ത് കൊണ്ട് കുറച്ചും കൂടി. അതുകൊണ്ട് തർബിയത്ത് മഹാന്മാരിൽ നിന്നുണ്ടാവണം. ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മീയമായ ഒരു പാഠശാലയിൽ നമുക്ക് ആസ്വാദനത്തിന്റെ റമദാൻ വിരുന്നുകൾ കർമ്മങ്ങളിലൂടെ കിട്ടുമ്പോൾ അതുകൊണ്ട് നാം ഉണ്ടാക്കിയെടുത്ത ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം എപ്പോഴാ അണഞ്ഞു പോവാന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത് നുക്തത്തുൻ സൗദാഉ ഫീ ഖൽബി. ഒരു തെറ്റ് ചെയ്യുമ്പോഴാ, ഒരു ഹറാം ചിന്തിക്കുമ്പോഴാ, ഒരു ഹറാം പറയുമ്പോഴാ, ഒരു ഹറാമിൽ കൂടുമ്പോഴാ നമ്മുടെ മനസ്സിന്റെ അകത്താ വെളിച്ചത്തിൽ മങ്ങൽ വരാ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറ്റിപ്പോയി അല്ലാ എന്ന തോന്നൽ അപ്പ തന്നെ വന്നു. അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുന്നു എന്ന ചിന്ത വന്നു. അവൻ അതിൽ നിന്നും പിന്നോട്ടടിക്കുമ്പോൾ വസ്തഗ്ഫറ, അറിയാതെ അവൻ പറഞ്ഞു പോകും അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ പുണ്യ റമദാൻ വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയത് അസ്തഗ്ഫിറുല്ലാഹയാണെന്ന് ചൊല്ലൂ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മനസ്സറിഞ്ഞുകൊണ്ട് ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ ഖൽബിൽ വെളിച്ചമാണ്. സുഖില ഖൽബുഹു, അവന്റെ ഖൽബ് നന്നായി എന്ന് നബിയുനാ റസൂലുള്ളാഹി
ഒരാളത് പെൻഡിങ്ങിലായി മാറ്റി 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 വെച്ചുകൊണ്ടിരുന്നു, ഹറാമുകൾ ഇങ്ങനെ അനുസ്യൂതം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവന്റെ കൽബിനെ ഇപ്പോൾ ഒരു ചെറിയ പുള്ളിയായി വന്ന് മൂടിയിരിക്കുന്ന കറുത്താടയാളം അതങ്ങ് വർദ്ധിച്ചുകൊണ്ട് അവന്റെ കൽബ് മുഴുവൻ കരിവാളിച്ച് പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ടങ്ങ് ആയത്തോതാൻ തുടങ്ങി. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നമ്മുടെ പ്രവർത്തനങ്ങൾ ആ മനസ്സിന്റെ അകത്ത വെളിച്ചത്തെ നശിപ്പിക്കുക എന്ന പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തൗബ കൊണ്ട് ഹൃദയം കഴുകണം. തൗബ ജീവിതത്തിൽ ഒരാളെ ആഗ്രഹിക്കുക എന്നത് ഈമാന്റെ അടയാള. എന്താണ് തൗബ? പറഞ്ഞു തരുന്നത്, ചൊല്ലിത്തരുന്നത് ഏറ്റുചൊല്ലലല്ല. തൗബ ഒരു തീരുമാനമാണ്, തൗബ ഒരു പ്രതിജ്ഞയാണ്, തൗബ ഒരു വലിയ പുണ്യമാണ്. തൗബയിലായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൃത്തികേടാകുന്നതിനെ കഴുകി വൃത്തിയാക്ക എന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്, സംസ്കാരമാണ്. എങ്കിൽ നാം കാണാത്ത ഒരു ഇടമുണ്ട്, നമുക്ക് ഏറ്റവും വൃത്തിയാവേണ്ടത് ആ ഇടമാണ്. ആ ഒരു ഇടം വൃത്തിയായാൽ ആ ജീവിതം മുഴുവൻ വൃത്തിയായി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. അലാ വഹിയൽ ഖൽബ്. ഇടനെഞ്ചിലേക്ക് വലത് കയ്യന്റെ ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, അത് ഈ ഹൃദയമാ സഹാബ നബിയെ മുഹമ്മദ് മുസ്തഫ. അതിങ്ങനെ വൃത്തികേടാകുന്നത് ഇടയ്ക്കിടയ്ക്ക് നന്നാക്കിക്കൊണ്ടിരിക്കാം. ഒരു ഖേദ പ്രകടനമാണ് തൗബ, ഒരു പശ്ചാത്താപബോധത്തിന്റെ വാക്കുകൾ അല്ലാഹുവിന്റെ മുന്നിൽ തുറന്നു പറയലാണ് തൗബ. എല്ലാം തുറന്നു പറയാൻ പറ്റില്ല. തൗബ ചെയ്തുകൊണ്ട് ഖൽബ് വെളുപ്പിക്കാൻ തൗബ കൊണ്ടാ വെളിച്ചം കിട്ടൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ. عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. സൂറത്ത് തഹരീം. എന്തൊരർത്ഥമായ ആയത്തുകൾ! ഓ മുഅ്മിനീങ്ങളെ, ആ വിളി കേട്ടവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ആത്മാർത്ഥമായ തൗബ, പശ്ചാത്താപ ഖേദ പ്രകടനം അല്ലാഹുവിനോട് നിങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കണേ. പരിശുദ്ധ ഖുർആൻ അതിനൊരു മഹാനായ സയ്യിദിന്റെ നേതൃത്വം നമ്മൾ കാത്തിരിക്കുന്നത്. അഹ്ലു ബൈത്ത് ഇരുന്ന് ആമീൻ പറഞ്ഞാൽ മതി, ദുആ ഇറക്കണ്ട. അഹ്ലു ബൈത്ത് ആമീൻ പറയാൻ ആ സദസ്സിലുണ്ടായാൽ മതി, ദുആ ഇറക്കണ്ട. മദീന പഠിപ്പിച്ചതാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ എന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സദസ്സിൽ ആമീൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മഴയെ പ്രതീക്ഷിച്ചുകൊണ്ടാ ഉമർ ദുആ എന്നത്. പിന്നീട് അത് ഓർത്തോർത്ത് പറഞ്ഞ് അല്ലാഹുവോട് വീണ്ടും ദുആ ചെയ്തിട്ടുണ്ട് സയ്യിദുനാ ഉമർ. സ്വഹീഹുൽ ബുഖാരി അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ كان إذا قحط الناس استسقى عمر بن الخطاب بالعباس بن عبد المطلب. പിന്നീട് നബി കുടുംബത്തിലെ സയ്യിദ് അവരുകളെ തന്നെ ഇതുപോലെ കസേരയിട്ട് ഇരുത്തിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ദുആരക്കും സയ്യിദ് ആമീൻ പറഞ്ഞാൽ മതി. നുബുവത്തിന്റെ പ്രകാശമാണവരൊക്കെയും, അതു മങ്ങിയാൽ കൂരിരുളിലാ നാമൊക്കെയും. അവരൊന്ന് ആമീൻ പറഞ്ഞോടത്ത് പോയിരിക്കാൻ കഴിഞ്ഞാൽ മതി. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ ഒരു ജമാഅത്ത് നിസ്കാരം അസ്റിന്റെ നേരത്തെ നടക്കാനിരിക്കെ
അവിടെ അസ്ർ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇമാമത്ത് നിൽക്കാൻ മഹാനായ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മഹാനവറുകൾ നേതൃത്വം നൽകുമെന്ന് പറയപ്പെടുന്നോടത്ത് ഈസാ നബിയോട് ഒരു ചോദ്യമുണ്ട്: എവിടെ മഹ്ദി? എവിടെയാ മഹാനായ മഹ്ദി ഉള്ളത്? മഹ്ദി ഇമാമത്ത് നിൽക്കട്ടെ. എന്തുകൊണ്ടെന്നറിയുമോ? മഹ്ദി ഇമാം അഹ്ലു ബൈത്താണ്, മഹ്ദി ഇമാം സയ്യിദാണ്. ഈസാ നബി വഴിമാറുമെന്ന ചരിത്രം അങ്ങനെയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഒരു സയ്യിദിന്റെ നേതൃത്വം ഒരു തൗബയെ പ്രതീക്ഷിച്ചുകൊണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുന്നു, തൗബ ചെയ്താൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. തൗബ കൊണ്ട് സ്വർഗം കിട്ടും, പാപം പൊറുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നസീബാക്കട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എപ്പോഴാണെന്നറിയോ നമുക്കതിന്റെ റിസൾട്ട് അറിയാൻ കഴിയുന്നത്? ഈ തൗബ കബൂലായി എന്ന റിസൾട്ട് അറിയാൻ കഴിയുന്നത് എല്ലാവരും പേടിച്ചരണ്ടിരിക്കുമ്പോ നമ്മുടെ റിസൾട്ട് നേരത്തെ കിട്ടി, നമ്മൾ പാസ്സായി. അന്നൊരു ചിരിയാണ് ആ മുഖത്ത്, അന്നൊരു ചിരി ആരും ചിരിക്കാത്ത ഒരു മഷറ. അന്ന് ആരും ചിരിക്കൂല. ആ സമയത്ത് ഭൂമിയിൽ വെച്ച് തൗബ ചെയ്തവൻ അന്ന് ചിരിക്കുമെന്ന് ഖുർആൻ. യൗമ ലാ യുഖ്സില്ലാഹുൻ നബിയ്യ വല്ലദീന ആമനൂ മഅഹ്. അന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ട വഴിയിൽ ജീവിച്ച ആളുകളെ അല്ലാഹു പുഞ്ചിരി കൊണ്ട് സന്തോഷിപ്പിക്കുമെന്ന് ഖുർആൻ. അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വെളിച്ചം മുഖത്ത് കാണാം. നമ്മുടെ മനസ്സിൽ ഉണ്ടെന്ന് പറയുന്ന, നമ്മുടെ മനസാക്ഷി പറയുന്ന ആ വെളിച്ചം അന്ന് നമ്മുടെ മുഖത്ത് വരുമെന്ന് ഖുർആൻ. ആ വെളിച്ചം അല്ലാഹു തരട്ടെ. ആ വെളിച്ചത്തിന് വേണ്ടിയാണ് അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനൻ നാർ വഅദ്ഖിൽനി യാ റബ്ബൽ ആലമീൻ. ഓക്കേ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ ഫഅഫു അന്നീ. ആ ഒരു വെളിച്ചത്തിന് വേണ്ടിയാ, ഒരു വെളിച്ചത്തിന് വേണ്ടിയാ ഈ ചൂട് 40 ഡിഗ്രിയിലെത്തുമ്പോഴും സത്യവിശ്വാസി നോമ്പിന്റെ ആനന്ദത്തിൽ ആ ചൂട് പോലും അറിയാത്തത്. ആ ഒരു വെളിച്ചത്തിന് വേണ്ടിയാ പകലിൽ സമയബന്ധിതമായ ആഹാരത്തിന്റെ പിന്തുണയോടുകൂടെ കഴിച്ചാലും തളർന്നു പോകുന്ന ഗുളിക, ആഹാരത്തിന്റെ പിന്തുണയില്ലാതെ പാതിരാവിൽ ഒരുമിച്ച് കഴിച്ചിട്ടും ആ പകലിൽ ഉന്മേഷത്തിലും ആവേശത്തിലും കുറവ് വരാത്തത് ആ ഒരു വെളിച്ചത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാ. അല്ലാഹു ആ വെളിച്ചം നമ്മുടെ കൽബിലേക്ക് തരട്ടെ. അന്ന് മഹ്ശറയിൽ മനസ്സിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വെളിച്ചം പുറത്തു വരുമെന്ന് ഖുർആൻ. നോമ്പ് കൊണ്ട് നമ്മുടെ മനസ്സിൽ വന്ന അല്ലാഹ് എന്ന ചിന്ത എന്നൊരു വെളിച്ചമായി നമ്മുടെ മുന്നിൽ വരുമെന്ന് ഖുർആൻ. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. മുന്നിലും പിന്നിലും ആ വെളിച്ചമുള്ളവൻ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന പോലെ അവൻ സ്വയം പ്രകാശിക്കുമെന്ന് ഖുർആൻ. ഹൃദയത്തിലെ വെളിച്ചം പുറത്തു ചാടുന്നത് അന്ന് വെളിച്ചമില്ലെങ്കിൽ പറ്റൂല. നരകം ഇങ്ങനെ വെള്ളപ്പൊക്കം പോലെ നരകമെങ്ങ് നിറഞ്ഞ് കവിയുന്നോടത്ത് ഒരു പാലം, അതിന്റെ മുകളിലൂടെ അല്ലാഹു നാട്ടുന്നുണ്ട്, സിറാത്ത് എന്ന പാലം. ആ പാലം കവച്ച് കടക്കണമെങ്കിൽ ഈ വെളിച്ചമേ നീ വേണം. എന്തുകൊണ്ട് ഈ വെളിച്ചമുള്ളോടത്തേക്ക് നരകത്തിന്റെ തീ എത്തുകയില്ല? പരിശുദ്ധ ഖുർആൻ. അന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് നിങ്ങൾ കാണാതെ പോയ, ഉണ്ടെന്ന് നിങ്ങൾ ആണയിട്ട് പറഞ്ഞിട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ആ വെളിച്ചം അന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വിസരണം നടത്തും, അത് നിങ്ങളിൽ നിന്നും നിർഗളിക്കുമെന്ന് ഖുർആൻ. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം യഖൂലൂൻ റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ.
ആ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന നോമ്പുകാരാ, ആ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന തൗബ ചെയ്തവരെ, അന്ന് നിങ്ങൾ അവിടെ വെച്ച് ദുആ ചെയ്യും, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ച എൻ്റെ ആ വെളിച്ചമുണ്ടല്ലോ, അത് പരമാവധി പുറത്തു വരണേ. റബ്ബനാ അത്മിം ലനാ നൂറനാ, ആ വെളിച്ചമിങ്ങ് പുറത്തേക്ക് വരട്ടെ അല്ലാ. കുടുകുടാന്ന് വിയർത്തൊഴുകുന്ന പോലെയാണ് രോമകൂപങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക് ആ വെളിച്ചം ഇറങ്ങി വരാ എന്ന് ഖുർആൻ. അല്ലാഹു തരട്ടെ. അതൊരു വലിയ അനുഭവമാ. ആ വെളിച്ചം നേരത്തെ കിട്ടിയവരാ സ്വഹാബ, നേരത്തെ കിട്ടി. സ്വഹാബികളുടെ കൂടെ കൂടിയ ചില മഹാന്മാരുണ്ട്, അവര് സ്വഹാബി ആയിട്ടില്ല, അവര് മുഅ്മിനായിട്ടില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇസ്ലാമിൽ വന്നിട്ടില്ല. സയ്യിദുനാ ഹംസ, ഉറക്കെ പറയൂ, സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിയുടെ സ്നേഹമുണ്ട്, പക്ഷേ മുസ്ലിം ആയിട്ടില്ല. എന്നാൽ നബി തങ്ങൾക്ക് കാവൽ നിൽക്കുമായിരുന്നു. ഒരാളും അവിടുത്തെ നേരെ നോക്കി ഞെറ്റി ചുളുക്കാൻ ഹംസ റളിയല്ലാഹു അൻഹു അനുവദിച്ചിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹു വനാന്തരങ്ങളിൽ ഏറ്റവും വേഗതയിൽ പായുന്ന മാൻപേടയെ അമ്പെയ്ത് പിടിക്കുമായിരുന്നു. സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മിടുക്കനായിരുന്നു, വലിയ ധീരനായിരുന്നല്ലോ. ഒരു കയ്യിൽ മാത്രം 18 ആയുധം വെച്ച് പോരാടാനുള്ള യുദ്ധപാഠവം എന്നാണ് അസ്വദിനെ കുറിച്ച് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. അല്ലെങ്കിൽ 18 യോദ്ധാക്കളുടെ ഇടയിൽ ഒറ്റ ആയുധം കൊണ്ട് ഒരു സമയം പോരാടി അവരെ കീഴ്പ്പെടുത്തുന്ന യുദ്ധപാഠവം എന്നാണ് അസ്വദിനെ കുറിച്ച് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. ആ അസ്വദിനെ പിടിയുടെ ഭാഗം തുരുമ്പിച്ച ഒരു മുഴത്തിൽ അല്പം കൂടുതൽ നീളമുള്ള ഒരു വാളുകൊണ്ട് ഒരു പാതിരാവിന്റെ പരാപര വെളിച്ചത്തിൽ പട്ടിണി കിടന്ന് നോമ്പെടുത്ത ഹംസ റളിയല്ലാഹു അൻഹു നിമിഷാർദ്ധങ്ങൾ കൊണ്ട് അത്ഭുതം കാണിച്ച പരാജയത്തിലെത്തിച്ചത് അധീരത കൊണ്ടാണ്. വന്യമൃഗങ്ങൾ സജീവമായി ഉണ്ടായിരുന്ന വനാന്തരങ്ങളിൽ പോയി ഒരു ആയുധം പോലുമില്ലാതെ വേട്ടയാടി മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള ചങ്കുറപ്പിന്റെ പ്രതീകമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ഉള്ളിൽ ഒന്നേ ഉണ്ടായുള്ളൂ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ ഇഷ്ടമായിരുന്നു, വേറെ ഒന്നുമില്ല. എന്ന കലിമ ചൊല്ലിയിട്ടില്ല. എന്ന ആളങ്ങനെ പതുക്കെ ഇസ്ലാമിൽ വന്നു. ഇസ്ലാമിൽ വന്ന് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് മുസ്ലിമായത്. ഹംസ റളിയല്ലാഹു അൻഹു സ്വഹാബികളുമായി സമ്പർക്കമുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ നല്ല സമ്പർക്കമായിരുന്നു, പിന്നീട് മുസ്ലിമായി. അങ്ങനെ പലരും ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട സ്വഹാബികളോട് നിരന്തരം സമ്പർക്കമുണ്ടായിരുന്നു, പക്ഷേ ഉറച്ച വിശ്വാസിയല്ല, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ചെറുതായിട്ടൊക്കെ ഒരു തോന്നലുണ്ട്, ഇടയ്ക്കൊരു കലിമയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പരിപൂർണമായ ഇസ്ലാമിയത്ത് ഉള്ളിൽ കയറിയിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഫുദാലത്ത് ബിൻ ഉമൈർ മുലഹ്വഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി. മക്കം ഫതഹിൽ ഹബീബിനെ വധിക്കണമെന്ന് തന്നെ അയാൾ തീരുമാനിച്ചു. എന്ന സ്വഹാബികളുടെ കൂടെ കാണാറുണ്ട് അയാൾ. അയാൾക്ക് അത്യാവശ്യം ദിക്റും സ്വലാത്തൊക്കെ അറിയാം. പക്ഷേ മക്കം ഫതഹിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. റസൂലുള്ളാഹിനെ കൊല്ലാൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിടുക്കനായിരുന്നു ഫദാല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കിന്നാര വർത്തമാനങ്ങളാണ്. ഫദാല വർത്തമാനം പറയാൻ ജാഹിലിയത്തിന്റെ അവശിഷ്ടങ്ങൾ കാണപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ വ്യഭിചാരമോഹമുള്ള സ്ത്രീകൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. ഫദാല എന്ന് വർത്താനം പറഞ്ഞാൽ മതി. ഫദാല പറഞ്ഞ കേട്ടിരിക്കാൻ തന്നെ പോയിരിക്കും. എന്നിട്ട് ഫദാലയോട് പെണ്ണുങ്ങൾ അങ്ങോട്ടും പറയും. ചരിത്രം പറയുന്നുണ്ട്, കാന മുശ്രിക്കൻ കാനത് ലഹു സുഹ്ബത്തും വസദാഖത്തും മഅന്നാസ് കാന യജ്ലിസു ഇനൻ നിസാഇ യതഹദ്ദസു ഇലൈഹിന്ന വയതഹദ്ദസന ഇലൈഹി. പരസ്പരം കിന്നാര പുന്നാര വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഒളിച്ചിരിക്കും, പാത്തിരിക്കും. അങ്ങനെ കുറെ ദീർഘമായി സംസാരിക്കും. അവസാനം അല്ലാഹു അഅലം, വർത്താനത്തിന് ശേഷം എന്തവിടെ സംഭവിക്കുന്നു അല്ലാഹു അഅലം. ചരിത്രമാണ്. ഹദീസ്, വർത്താനം പറഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാനുള്ള സുരക്ഷിതത്വമൊക്കെ ഫദാലക്കുണ്ടോ അല്ലാഹു അഅലം. അങ്ങനെ ചരിത്രം പറയുന്ന വരികൾ രസമാണ്. എന്ന് പറഞ്ഞാൽ പച്ച വ്യഭിചാരം അതിനുശേഷം സംഭവിക്കുന്ന വിധം ഫദാലയുടെ വർത്തമാനങ്ങൾ വശീകരണമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മിടുമിടുക്കനായിരുന്നു ഫദാല. ഉള്ളിലൊന്നുമില്ല. ഒരു പ്രകടനം പേടിച്ച 2 സ്വഹാബികളുടെ കൂടെയൊക്കെ കൂടും. ഇസ്ലാമിക സംഘശക്തിയുടെ വലിപ്പം കണ്ടപ്പോ ഫദാല പേടിച്ചു. ഒന്ന് സ്വഹാബികളുടെ കൂടെ നിന്നുകൊടുത്തു. അയാൾ യഥാർത്ഥത്തിൽ മുസ്ലിം ആയിട്ടില്ല എന്ന ഒരു ചെറിയ എന്തോ ഉള്ളിലൂടെ അങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. എന്നാലും റസൂലുള്ളാഹിനെ കൊല്ലണമെന്ന് തന്നെ തീരുമാനിച്ചയാള്. അല്പാൽപമായിട്ട് ഇവിടേക്ക് ഒരു വിശ്വാസം കടന്നു വരുന്നതിന്റെ കൂടെ തന്നെ ആ തീരുമാനത്തിലെത്തിയത്.
അങ്ങനെ ഫലാല കൊല്ലാൻ വേണ്ടിയിട്ട്, ഹബീബായ നബിയെ കൊല്ലാൻ വേണ്ടി കഅബയുടെ കില്ലയുടെ അകത്ത് ഒളിച്ചിരുന്നു. നിബിതങ്ങളുടെ ഒരു ധാരണ അയാൾ ഒരു മുസ്ലിം എന്ന രീതിയിലായിരിക്കാം, ചരിത്രം അങ്ങനെ തോന്നിക്കുന്നത്. സ്വഹാബികളുടെ കൂടെയൊക്കെ എപ്പോഴും കാണാറുണ്ട്, അവിടെ ഇവിടെയൊക്കെ എല്ലാവരും കൂടെ ഒരു കല്യാണത്തിന് മുമ്പ് ഒരുമിച്ചല്ല. ഏതായാലും മക്കം ഫതഹിന്റെ അന്ന് ഹബീബായ നബിതങ്ങൾ സ്വഹാബികളുമായി തവാഫ് ചെയ്യുമ്പോ എപ്പോഴും അവിടുന്ന് മുന്നിലാ നടക്കാറ്. അന്ന് സ്വഹാബികളെ മുന്നിൽ വിട്ട് പിന്നിൽ നടന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മദീനത്ത് നിന്ന് മക്കയിലേക്ക് വരുമ്പോഴും പിന്നിലായിരുന്നു. സ്വഹാബികളുടെ ആനന്ദത്തെ, അവർക്ക് അന്നത്തെ ദിവസം ഒരു കടിച്ചു പിടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയില്ല. നബിയുടെ മുന്നിൽ ആ അദബുകളുടെ ഒരു കൂച്ചുവിലങ്ങ് അവർക്ക് അങ്ങ് അഴിച്ചു കൊടുത്തു. സന്തോഷല്ലേ, പിറന്ന മണ്ണിലേക്ക് അവരല്ലേ, സ്വഹാബികൾ മുന്നിലാ. അപ്പോഴുണ്ട് അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ പറയുന്നുണ്ട്, മഹാനായ ഫളാലത്ത് ഇബ്നു ഉമൈർ അൽ മുലവ്വഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി ഇസ്ലാമിൽ വരുന്നത് എപ്പോഴാണ്? അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലാൻ വേണ്ടി അയാൾ തീരുമാനിച്ചു. വഹുവ യതൂഫു ബിൽ ബൈത്തി ആമൽ ഫത്ഹി. ഹബീബായ നബി തങ്ങൾ മക്കം ഫത്ഹിന് കഅബ തവാഫ് ചെയ്യുന്നു. വദാലിക ബഅദാൻ വഖഫൽ ജമീഉ അമാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളെല്ലാവരും മുന്നിലാണ് തവാഫിൽ, റസൂലുള്ളാഹി പിന്നിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴുണ്ട് ഫലമ്മാ ദനാ മിൻഹു, 6 വട്ടം ഫളാല ഓങ്ങി വന്നു. പക്ഷേ ഹബീബിന്റെ ശരീരത്തിലേക്ക് അയാൾക്ക് ചാടി വീഴാൻ കഴിഞ്ഞില്ല. മുന്നിൽ വരുമ്പോ ഒന്ന് വിറച്ചു പോകും. 7ാമത്തെ വട്ടം അയാൾ തീരുമാനിച്ചു, ഈ 7ാമത്തെ അവസരം, തവാഫിന്റെ 7ാമത്തെ ചുറ്റില് കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് നബിയെ ഇതുപോലെ എനിക്ക് കിട്ടൂല. അയാള് മുന്നിലേക്ക് 7ാമത്തെ വട്ടം ചാടിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ചേർന്ന് നിന്നപ്പോ അവിടുന്ന് ചോദിച്ച, ഫളാല അഫളാല, നീ ഫളാലയല്ലേ, താങ്കൾ ഫളാലയല്ലേ? ഖാല നഅം ഫളാലത്തു യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ ഫളാലയാ നബിയേ. അപ്പൊ ചോദിച്ചു, നീ എന്താ പിറുപിറുക്കുന്നത്? ഹബീബായ നബിയോട് വല്ലാത്ത ദേഷ്യം ഉള്ള പോലെ, അല്ലെങ്കിൽ തന്റെ അവസരം നഷ്ടപ്പെട്ടതിലുള്ള നിരാശ പോലെ അയാൾ ഇങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങി. മാദാ കുന്ത തുഹദ്ദിസു ബിഹി നഫ്സക, എന്താണ് ഫളാല നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഖാല ലാ ശൈഅ കുന്തു അദ്കുറുല്ലാഹ്, ഒന്നുമില്ല നബിയേ, ഞാൻ ദിക്ർ ചൊല്ലിയതാ. ഒന്നുമില്ല നബിയേ, ഞാൻ ദിക്ർ ചൊല്ലിയതാ നബിയേ. ഒന്നുമില്ല നബിയേ, ഞാൻ ദിക്ർ ചൊല്ലിയതാ. ഫളാലയുടെ ഖൽബിൽ എന്താണെന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. ഫളാലയുടെ ചിന്താഗതി എന്താണെന്നറിയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൃദയത്തിന്റെ അകത്ത് വെളിച്ചം കിട്ടിയവർക്ക് മറ്റൊരു ഹൃദയത്തെ ചികിത്സിക്കാൻ കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി. ഫളഹിക റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ദിക്ർ ചൊല്ലിക്കോ, കൂട്ടത്തിൽ നീ ഇതും കൂടി ചൊല്ലിക്കോ. ഫളാല അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇസ്തഗ്ഫിറുല്ലാഹ്. ദിക്ർ ചൊല്ലുന്ന കൂട്ടത്തില് അസ്തഗ്ഫിറുല്ലാഹയും കൂടി ചൊല്ലിക്കോ. നിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം. നീ ദിക്ർ ചൊല്ലിക്കോ, കൂട്ടത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ഫളാല കടന്ന് വിറക്കാണ്. കുറഞ്ഞ നേരമാ. സ്വഹാബത്ത് വലയം ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് വന്നാൽ ഫളാലയെ കൊന്നുകളയും. ഫളാല രക്ഷപ്പെടണമല്ലോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ വലത്തെ കൈയുണ്ടല്ലോ, ഫളാലയുടെ ഇടത്തെ നെഞ്ചിലേക്കൊന്നമർത്തി പിടിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഫളാലയെ യാത്രയാക്കി. ഫസകന ഖൽബുഹു, ഫളാലയുടെ ഹൃദയത്തിലേക്ക് വെളിച്ചമെത്തിയടോ. ഫളാലയുടെ ഹൃദയത്തിലേക്ക് വെളിച്ചമെത്തിയേ. ഫളാലയുടെ ഹൃദയത്തിലേക്ക് വെളിച്ചമെത്തിയേ. മഹാനായ ശൈഖുനാ തിപ്പറ്റ ഉസ്താദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത് അരുത് എന്ന് ഒരാളോട് പറഞ്ഞാൽ അയാൾ പിന്നെ അത് ചെയ്യൂല. എന്ത്? ആ വെളിച്ചമുണ്ട്, അത് കൊടുത്താൽ, ആ വെളിച്ചമുണ്ടെങ്കിൽ, ആ വെളിച്ചം കൊടുത്താൽ അത് ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ കഴിയും. ഞാനൊക്കെ ഒരു 10,000 പ്രാവശ്യം കൊടുത്താലും അത് കിട്ടൂല. എന്തുകൊണ്ട്? അതില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് അബൂ ഹസൻ അലി അന്നദവി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവത്തി ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥം പറഞ്ഞത്, ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഗ്ദാദിൽ വ്യാഴാഴ്ച വൈകുന്നേരം നടത്തുന്ന വഅലുകളിൽ 100 കണക്കിന് ആളുകൾ ബോധം കെട്ടി വീഴും. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ.
അല്ലാന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ, മുഹീദ്ദീൻ ശൈഖിന്റെ വായിന്നൊരു അല്ല കേട്ടാൽ, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി സഹോദരന്മാർ നദ്വി സാഹിബിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്റെ കയ്യിലുണ്ട്. 4 വാള്യമാണ്. അതിൽ മഹാന്മാരുടെ ദഅവത്താ പറയുന്നത്. ചങ്കൂറ്റമുണ്ടെങ്കിൽ ഒന്ന് പരിഭാഷപ്പെടുത്തൂ. മഹാന്മാരുടെ ഈ തർബിയത്തിന്റെ വെളിച്ചാതിൽ പറയുന്നത്, മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു പ്രാർത്ഥനാ സംഗമത്തിൽ അതിലൂടെ പോയവനൊന്ന് ആമീൻ പറഞ്ഞാൽ അവൻ കലിമ ചൊല്ലുമെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട്? അള്ളാനെ ബോധ്യപ്പെടുന്നത് അപ്പോഴാ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വഅ്ള് കേട്ട് ബോധം കെട്ടിട്ടുള്ളത് ബഅദ റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബിന് ശേഷം ശൈഖ് മുഹീദ്ദീൻ. വെറുതെ പറയല്ല. അള്ളാനെ ബോധ്യപ്പെട്ടാൽ ബോധം കെടുമോ? കെടുമെന്ന് ഖുർആൻ. അള്ളാനെ ഉള്ളിലേക്ക് തരാനല്ലേ വഅ്ള്. മരണത്തെ കുറിച്ച് പറയാത്ത വഅ്ള് വഅ്ളല്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരാളെ എത്ര ഘോരഘോരം പ്രസംഗിച്ചാലും ഒരു വട്ടമെങ്കിലും മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താതെ പോകുന്ന വഅ്ള് വഅ്ളല്ല. സ്വന്തം മരണത്തിലേക്കൊരു ഓർമ്മ വരും. ഞാനും മരിക്കുമല്ലോ, ഞാൻ മരിക്കുന്ന ദിവസം എൻ്റെ അതിഥികളായി ഞാൻ ക്ഷണിക്കാതെ പ്രിയപ്പെട്ടവർ മുഴുവനും ഓടി ഓടി വരുമല്ലോ. കളിയും ചിരിയും തമാശകളുമില്ലാതെ പ്രിയപ്പെട്ടവർ അലറിക്കരയുമ്പോഴും വാടക കസേര കൊണ്ട് എൻ്റെ മുറ്റം നിറയുമല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഒരു വഅ്ള് കേട്ടു പോകുന്ന ആളുടെ ഖൽബിന് കൊടുക്കാത്ത വഅ്ള് വഅ്ളല്ല. എന്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാ ചിന്ത കൊണ്ട് ഖൽബ് നന്നാവാ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇന്നൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ അസ്സാബഹുൽ മാ. ഇരുമ്പിൽ തുരുമ്പ് കയറുന്ന പോലെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പാപപങ്കിലമായ അവസ്ഥ ഒരു കറ കൊടുക്കുന്നുണ്ട്. ആ കറ കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന് കിട്ടേണ്ട വെളിച്ചം കിട്ടാതെ പോകുമ്പോൾ ഖാലൂ വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, നബിയെ, കറ പിടിച്ചിരിക്കുന്നതായ, തുരുമ്പ് പിടിച്ചിരിക്കുന്നതായ ഇരുമ്പിന്റെ തുരുമ്പ് കളയാൻ കൊല്ലന്റെ ആലയിലെ ഉലയിലെ തീയിലിട്ട് ഇരുമ്പ് കാഞ്ഞെടുത്താൽ ഇരുമ്പിന്റെ തുരുമ്പ് കളയാൻ കഴിയുന്നുവെങ്കിൽ വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, മനുഷ്യന്റെ പാപപങ്കിലമായ ഖൽബിന്റെ കറ കളയാൻ എന്താണ് വഴി നബിയേ? 2 മാർഗ പറഞ്ഞത്. 1 സ്വന്തം മരണത്തെ ഓർക്കലാണ്, 2 പരിശുദ്ധമായ ഖുർആൻ പാരായണമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സ്വന്തം മരണത്തെ ഓർക്കുന്ന ഒരു അവസ്ഥയെ ഉണ്ടാക്കി എടുക്കുക എന്നതിലേക്ക് ഒരു മനുഷ്യന് ഒരു വഅ്ള് കൊണ്ട് സാധ്യമായാൽ, ഒരു വഅ്ള് കേൾക്കുന്നോടത്ത് സാധ്യമായി കഴിഞ്ഞാൽ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫളാലത്ത് ബിൻ ഉമൈർ ബിൻ അൽ-മുലവ്വഹ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് കൈ വെച്ചിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞയച്ചു. അതോടുകൂടെ വെളിച്ചം കിട്ടിയതാണ്. മഹാനായ ഫളാലയുടെ ഉള്ളിലേക്ക് അല്ലാഹു എന്ന ചിന്ത കടന്നു വന്നു. മഹാനവറുകൾ പറയാറുണ്ട്, വല്ലാഹി മാ റഫഅ യദഹു അൻ സദ്രി ഹത്താ മാ മിൻ ഖൽഖില്ലാഹി ശൈ അഹബ്ബ ഇലൈഹി മിൻഹു. അന്ന് റസൂലുള്ള കൈ വെച്ച് എടുത്ത ശേഷം എന്റെ ഖൽബിനെ കീഴടക്കിയ ഒരു പ്രണയ ചിന്തയുണ്ടല്ലോ, നബി മുഹമ്മദ് മുസ്തഫ. ഒരു പരിപൂർണ മൂമിനായി ഞാൻ എന്നാ അതിനർത്ഥം ഈ ദുനിയാവിന്റെ പ്രിയപ്പെട്ട സൗഭാഗ്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളിൽ ആരും മുഅ്മിനല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഉപദേശത്തെ പ്രായോഗികമാക്കാൻ നിരന്തരമായ തീഷ്ണമായ പ്രായോഗികതയുടെ പരിജ്ഞാനത്തിന്റെ പരിശീലനത്തിന്റെ യാതൊരുവിധ സങ്കോചങ്ങളുമില്ലാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈയൊന്ന് നെഞ്ചിൽ വെച്ചാൽ മതിയേ, ഒന്ന് കൈ നെഞ്ചിൽ വെച്ചാൽ മതിയേ, ആ വെളിച്ചം കയറി ഏറ്റവും വലിയ ഒരു മൂമിനായി മാറി. ആ മനസ്സിൽ റസൂലുള്ളാഹി അല്ലാതെ മറ്റൊരു ചിന്തയില്ല. അങ്ങനെ ഫളാല പറയാണ്,
ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി. മറർതു ബിംറഅത്തിൻ കുന്തു അതഹദ്ദസു ഇലൈഹാ. ഇന്ന് ഞാൻ കിന്നാര വർത്തമാനം പറയാൻ വൈകുന്നേരം സലാം എന്ന് പറഞ്ഞ പെണ്ണിനെ വഴിയോരത്ത് വെച്ച് ഞാൻ കണ്ടു. അവൾ എന്നോട് പറഞ്ഞു, ഹലുമ്മ ഇലൽ ഹദീസ്. ഫളാല, മറക്കണ്ട, വൈകുന്നേരം നീ എൻ്റെ അടുത്ത് കിന്നാര വർത്തമാനത്തിന് വരാമെന്ന് പറഞ്ഞതല്ലേ, നീ വരുമല്ലോ, മറക്കണ്ട. ഫളാല ഫഖാല ഫളാല, മഹാനായ ഫളാല പറഞ്ഞു, ഇല്ല പെണ്ണേ, ഞാൻ വരൂല. വംബഅസ ഫളാല യഖൂൽ ഖാലത് ഹലുമ്മ ഇലൽ ഹദീസ് ഫഖുൽതു ലാ يأبى عليك الله والإسلام لو قد رأيت محمدا وقبيله بالفتح يوم تكسر الأصنام لرأيت دين الله أضحى بينا وشرك يغشى وجهه الإظلام. അവൾ എന്നോട് അന്ന് പറഞ്ഞത് ഇങ്ങ് വരണേ എന്നാണ്. അവൾ എന്നോട് അന്ന് പറഞ്ഞതൊന്ന് വരണേ, മറക്കല്ലേ എന്നാണ്. അവൾ എന്നോട് പറഞ്ഞത് കിന്നാര വർത്തമാനത്തിന്റെ വാഗ്ദോരണികൾ കൊണ്ട് ആനന്ദത്തിൽ നമുക്ക് കുഴഞ്ഞാടി അവസാനം വ്യഭിചാരത്തിൽ കലാശിക്കാമെന്നാണ്. ഞാൻ അവളോട് പറഞ്ഞത് ആ വർത്തമാനം കൊണ്ട് ഇസ്ലാമോ, നിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് എപ്പോഴെങ്കിലും ഒരു ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടാൻ അള്ളാഹു കണക്കാക്കിയാൽ നമ്മുടെ വർത്തമാനം കൊണ്ടത് നഷ്ടപ്പെടും പെണ്ണേ. മുഹമ്മദ് നബിയെയും സംഘത്തെയും ഒന്ന് കണ്ടാൽ മതി പെണ്ണേ, മുഹമ്മദ് നബിയുടെ സൈന്യത്തെ കണ്ടാ മതിയേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ് നബിയുടെ സൈന്യത്തെ കണ്ടാൽ മതി. ഒരാൾ നന്നാവാൻ അത് മതി പെണ്ണേ, ഒരാൾ നന്നാവാൻ റസൂലുള്ളാഹിനെ കണ്ടാ മതിയേ. അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ ബിൽ ഫത്ഹി യൗമ തുകസ്സറുൽ അസ്നാം ലറഅയ്തി ദീനല്ലാഹി അദ്ഹാ ബയ്യിനാ. നിന്റെ ഉള്ളിലേക്ക് ആ നബിയെ ഒന്ന് കണ്ടാൽ അതിന്റെ വെളിച്ചം കിട്ടും പെണ്ണേ, അതിന്റെ വെളിച്ചം കിട്ടും പെണ്ണേ. ആദ്യമായിട്ട് മഹാനായ ആനക്കര കോയക്കുട്ടി ഉസ്താദിനെ ഞാൻ കാണുന്നത് ആലപ്പുഴയിൽ വെച്ചാം. ഏകദേശം ഒരു 20 കൊല്ലങ്ങൾക്കപ്പുറം, ഒരു 20-24 കൊല്ലം മുമ്പ് മഹാനായ ആനക്കര കോയക്കുട്ടി ഉസ്താദിനെ ആലപ്പുഴയിൽ വെച്ച് കാണുമ്പോ അല്ലാഹുവേ, ആ മഹാനെ കാണുമ്പോൾ ഒരു തരിപ്പാ ശരീരത്തിൽ വന്നത്. എന്റെ ഒരു അനുഭവം പറയാ. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, അള്ളാന്റെ ഔലിയാക്കളെ കണ്ടാ മതി, അവര് വഴുത് പറയണ്ട, അവരെ കണ്ടാൽ മതിയേ, ഹൃദയത്തിന്റെ അകത്തേക്ക് ഒരു വെളിച്ചം വരും. അത് അള്ളാഹു കൊടുക്കുന്ന ഈമാന്റെ വെളിച്ചമാണ്. ഫളാല പറഞ്ഞതും ഈ തർബിയത്ത് തന്നെയാ. അള്ളാഹുവിന്റെ ഹബീബിനെയും സഹാബത്തിനെയും ഒന്ന് കണ്ടാ മതിയേ പെണ്ണെ, നീ നന്നാവുമെന്ന് പറഞ്ഞു പോയ വർത്തമാനം അവള് നന്നായി എന്ന് ഈ തർബിയത്തിന്റെ കഥ പറയുകയാണ്. ഇബ്നു തീമിയോട് ശിഷ്യൻ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായയിൽ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ഒരു വെളിച്ചവുമായി അള്ളാന്റെ കോടതിയിലേക്ക് പോവാനുള്ളവരാ നമ്മൾ. അങ്ങനെ ചൊല്ലുമ്പോണ്ടല്ലോ ആ വെളിച്ചത്തിൽ നമ്മുടെ ശരീരം മുഴുവൻ ഇങ്ങനെ കുളിച്ചു നിൽക്കുമ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കും, അത് കിട്ടാത്തവരാഗ്രഹിക്കും കുറച്ച് തന്നാൽ. പരിശുദ്ധമായ ഖുർആൻ രസകരമായ രീതിയിലാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം ബുശ്റാകുമുൽ യൗം. അന്ന് സന്തോഷിക്കാൻ അല്ലാഹു വക തരട്ടെ. ഇപ്പൊ കൽബിലേക്കൊരു ചെറിയ വെളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്താനും ആ ഒരു ചിന്തയിലായി ജീവിക്കാനുമുള്ള ഒരു പ്രചോദനവും പ്രേരണയും ആവേശവുമായി സയ്യിദ് അവറുകളുടെ പ്രാർത്ഥനാ സംഗമത്തിലൂടെ നാം ധന്യരായി പോകുമ്പോൾ അത് നിലനിർത്തിപ്പോയാൽ ആ ചെറിയ വെളിച്ചം രോമകൂപങ്ങളിലൂടെ ഉതിർന്ന് പുറത്തേക്ക് വരുന്ന ഒരു പ്രകാശത്തിന്റെ വലിയ ഒരു വിശാലതയായി നമ്മുടെ മുന്നിൽ വഴിതീർക്കുമെന്ന് ഖുർആൻ മഹ്ശറയിൽ വെച്ച് അങ്ങേക്ക് കാണാൻ കഴിഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളും സഹോദരിമാരും ആ വെളിച്ചവുമായി അവർ സഞ്ചരിക്കുന്നത് കാണാൻ കഴിയും. ബുശ്റാകുമുൽ യൗം, അന്ന് മലക്കുകൾ അവരോട് വിളിച്ചു പറയും, സന്തോഷിച്ചു വെക്കോളൂ, സ്വർഗമുണ്ട് നിങ്ങൾക്ക് എന്ന് പറയും. സിറാത്ത് കടക്കാൻ ആ വെളിച്ചം വേണം.
സിറാത്ത് കടക്കാൻ ആ വെളിച്ചം വേണമെന്ന് ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്ന സ്വഹാബിയായ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ വെളിച്ചം ഉണ്ടായാൽ ആ സിറാത്ത് കടക്കാൻ പറ്റും. യുതൗന നൂറഹും അലാ ഖദ്രി അഅമാലിഹിം, അമലനുസരിച്ചായി വെളിച്ചം കിട്ടാം. യമറൂന അലാ സിറാത്തി മിൻഹും മൻ നൂറുഹു മിസ്ലുൽ ജബൽ, അന്ന് സിറാത്ത് കടക്കുന്ന ഈ വെളിച്ചമുള്ള ആളുകൾക്ക് മാത്രം അതിനുള്ള അവസരം. അവരിൽ ചിലരെ കാണുന്നത് പർവ്വതത്തിന്റെ വലിപ്പത്തിലുള്ള വെളിച്ചം, ചിലരെ അന്ന് കാണുന്നത് മന്നൂറുഹു മിസ്ലുൻ നഖ്ല, ഒരു തേനീച്ചയുടെ വലിപ്പമുള്ള ചിലരുടെ വെളിച്ചം. വഅദ്നാഹു നൂറൻ മന്നൂറുഹു അലാ ഇബ്ഹാമി, അന്ന് ആ സിറാത്ത് കടക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ വെളിച്ചവുമായി കടന്നു പോകുന്ന വേച്ച് പോകുന്ന സിറാത്തിന്റെ മൂർച്ചയുള്ള അഗ്രങ്ങൾ ശരീരത്തിൽ മുറിവുകൾ തീർത്ത് രക്തം വാർന്നൊലിക്കുമ്പോൾ അലറി കരഞ്ഞിട്ട് അപ്പുറത്തേക്ക് കടക്കുന്ന ആ ചെറിയ വെളിച്ചമുള്ള ആ മനുഷ്യന്റെ വിരൽത്തുമ്പിൽ ഒരു ചെറിയ തീനാളം പോലെ ആ വെളിച്ചം കാണാൻ കഴിയുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് അല്ലാഹു നമ്മെ അപ്പുറത്തേക്ക് കടക്കാനുള്ള വെളിച്ചം സായത്തമാക്കിയവരിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. മഹാന്മാര് പഠിപ്പിക്കാണ് ആ വെളിച്ചം. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നത്തെ ദിവസം നീ എവിടെയെന്നറിയുമോ? അന്നത്തെ ദിവസം എവിടെയെന്നറിയുമോ? ലൻ തദ്ഖുലൽ ജന്നത ഹത്താ തഖൂലൻ നാർ. ഒരു വെള്ളപ്പൊക്കത്തെ സങ്കല്പിക്കാം. ആ വെള്ളപ്പൊക്കം അതിന്റെ മുകളിലൂടെ, ഒരു നദിയുടെ മുകളിലൂടെ കുറുകെ ഇട്ടിരിക്കുന്ന പാലവും നിറഞ്ഞു കവിഞ്ഞ പുറത്തേക്ക് ആ വെള്ളപ്പൊക്കം നദിയെ സമൃദ്ധമാക്കി എന്ന് സങ്കല്പിക്കാം. ആ നദി നിറഞ്ഞു കവിഞ്ഞു എന്ന് സങ്കല്പിക്കാം. ഈ പാലം കടന്നിട്ട് വേണം നിനക്കപ്പുറത്തേക്ക് പോവാൻ. പക്ഷേ പാലത്തിലൂടെ വെള്ളം കവിഞ്ഞൊഴുകുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് നീ കടന്നു പോവാൻ ആ ഒഴുക്കിൽ സാധ്യമല്ലാതെ വരുമ്പോ, എന്നാലും ഒരാൾ ഉയരത്തിലേക്ക് അപ്പുറത്തേക്ക് പോകാത്ത ആ വെള്ളത്തിന്റെ ചാല് നീ കണക്ക് കൂട്ടി അപ്പുറത്തേക്ക് കടക്കുമ്പോ നിന്റെ ശരീരത്തിൽ നനവ് പുരളുന്ന പോലെ നിന്റെ ശരീരത്തിൽ തീയിന്റെ നനവ് പുരളും. അവിടെ നിറഞ്ഞു കവിഞ്ഞത് നദിയല്ല, വെള്ളമല്ല, നരകത്തിന്റെ തീനാളങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് മറുകരയാകെ സ്വർഗത്തെ കടക്കാൻ വേണ്ടി ആ പാലത്തിലൂടെ നീ ഒന്ന് തീയിലൂടെ നനഞ്ഞു പോകേണ്ടി വരുമേ എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ആയത്തിന് അർത്ഥം പറയുകയാണ്. ഫഇൻകാന മഅക നൂറുൻ, അന്ന് നിന്റെ കയ്യിൽ ഈ വെളിച്ചമുണ്ടെങ്കിൽ ഇസ്തഖാമ ബികസ്സിറാത്ത്, നീ ചവിട്ടുന്നിടത്ത് സിറാത്ത് എന്ന പാലത്തിൽ തീനാളം അണഞ്ഞണഞ്ഞു പോകുമേ. വല്ലാഹി നജൗത വഹദൈത, അപ്പോഴാടാ നിനക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയാ, അപ്പോഴാടാ നിനക്ക് ഹിദായത്ത് കിട്ടി എന്ന് പറയാൻ കഴിയാ. വഇല്ലം യകുൻ മഅക നൂറുൻ, നിന്റെ കൂടെ അന്ന് ആ പ്രകാശമില്ലെങ്കിൽ തസബ്ബത ബിക ബഅദു ഖതാതി ഫി ജഹന്നം, നരകത്തിന്റെ ചില അലർച്ചകൾ നിന്നെ വിഴുങ്ങുമേ, നിന്റെ ശരീരത്തിൽ പൊള്ളലേൽക്കുമേ, രക്തം വാർന്നൊലിക്കുന്ന ശരീരത്തിന്റെ മുറിവിലേക്ക് ആ തീനാളം വന്നുകൊണ്ട് വല്ലാത്ത പുകച്ചല് തരുമേ. അന്ന് നീ കരിവാളിച്ച കോലത്തിൽ സ്വർഗത്തിലേക്ക് വന്നു ചേരുമേ. അങ്ങനെയാ നിനക്ക് വരാൻ പറ്റാ. വെളിച്ചം കുറഞ്ഞാൽ, തീരെ വെളിച്ചമില്ലെങ്കിൽ അപ്പുറത്തേക്ക് കടക്കില്ല എന്ന് മഹാന്മാർ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കാം. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത് ലില്ലദീന ആമനൂ انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور لهم باب باطنه فيه الرحمة وظاهره من قبله العذاب. അല്ലാഹുവേ, അന്ന് മുനാഫിഖീങ്ങൾ ഈ വെളിച്ചം ഉള്ളവരെ കാണുമ്പോൾ ആഗ്രഹിക്കും, ഒന്ന് ഇങ്ങ് നോക്കുമോ, ഒന്ന് ഇങ്ങോട്ട് കൈ നീട്ടുമോ, ഒന്ന് ഞങ്ങൾ ആനയിക്കുമോ, ഒന്ന് അണച്ചു പിടിക്കുമോ. ഈ വെളിച്ചം ഞങ്ങൾക്കും വേണമേ, ഈ
ഈ വെളിച്ചം ഞങ്ങൾക്കും വേണമേ. എൻ്റെ പ്രിയമുള്ളവരെ, ആ വെളിച്ചത്തിന്റെ വിശാലതയിലേക്കുള്ളൊരു ചിന്തയ്ക്ക് വേണ്ടിയാ ഇത്രയും പറഞ്ഞത്. ആ വെളിച്ചം നമുക്ക് കിട്ടാൻ ഹറാമുകൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കാ, അല്ലാഹുവേ ഈ കാര്യം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ, ഞാനിത് ചെയ്യൂല അല്ലാഹുവേ, ഞാനിത് പറയുന്നത് എൻ്റെ നബിക്ക് ഇഷ്ടമല്ലല്ലോ, എൻ്റെ റസൂലുള്ളാഹി അത് പഠിപ്പിച്ചതല്ലല്ലോ, ഞാൻ സുബഹി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് വന്നത് ഇത് പറയാനല്ലല്ലോ. അല്ലാഹുവേ, എൻ്റെ മക്കളോട് നല്ലത് ചെയ്യാൻ ഞാൻ അവരോട് പറയുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നന്നാവണമെന്നല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്വാളിറ്റി നിലനിർത്തണമെങ്കിൽ ആ പരിപാടി എനിക്ക് പറ്റിയതല്ല, ആ വർത്തമാനം എൻ്റെ നാവിൽ വരേണ്ടതല്ല. അല്ലാഹുവേ, ഒഴിവ് സമയം എത്രയാ ഞാൻ കളഞ്ഞുകൂട്ടിയത്. അല്ലാഹുവേ, ഞാൻ എത്ര ആരോഗ്യമാ നശിപ്പിച്ചത്. എത്രയോ ആളുകൾ ആരോഗ്യസ്ഥിതിയിൽ വേഗത്തിൽ വലിയ രോഗത്തിന്റെ അടിമയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ തളർന്നു വീഴുമ്പോൾ, തകർന്നു വീഴുമ്പോൾ, അല്ലാഹുവേ, ആയുസ്സിന്റെ അനർഹമായ സൗഭാഗ്യത്തിലൂടെ ജീവിച്ചു പോകുമ്പോഴോ നിന്നെ മറന്നുപോയവനാ ഞാൻ, ഇനി അത് ആവർത്തിക്കില്ല അല്ലാ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇക്കഴിഞ്ഞ റമദാൻ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ചെറിയ വെളിച്ചോണ്ട് അല്ലാഹുവേ, അതൊരു ഹറാമിനും ഞാൻ വിട്ടുകൊടുക്കൂല അല്ലാ. ആ വെളിച്ചത്തെ വിശാലമാക്കാൻ, ആ വെളിച്ചത്തെ ഒന്ന് വികസിപ്പിക്കാൻ മഹാന്മാരായ സയ്യിദന്മാര് ദുആരന്നോടത്ത് ആമീൻ പറഞ്ഞ് കണ്ണുനീര് തുടച്ചിട്ട ഞാൻ ആ മജ്‌ലിസിൽ നിന്ന് പോയത്. അല്ലാഹുവേ, അതെന്റെ ഖൽബിൽ നിലനിർത്താൻ ഞാൻ തീരുമാനിച്ചു അല്ലാ എന്ന പ്രതിജ്ഞയാണ് നമ്മുടെ ആദ്യത്തെ തൗബ. അല്ലാഹു നസീബാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരിയായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യനും പണ്ഡിതനും അതോടൊപ്പം ഒരു ഗവേഷണ വിദ്യാർത്ഥിയും എന്നെ പോലെയുള്ള വിവരം കുറഞ്ഞ ആളുകൾക്കൊക്കെ ഇപ്പോൾ ഒരു ഗൈഡ് കൂടിയായിട്ടുള്ള ഈ നാട്ടിൽ നീണ്ട വർഷങ്ങളായി സേവനം ചെയ്യുന്ന കേരളത്തിലെ പ്രഗത്ഭമതികളായ ദായികളിൽ പ്രഭാഷകന്മാരിൽ ഒരാൾ കൂടിയായിട്ടുള്ള ഈ നാടിന് ആത്മീയമായ നേതൃത്വം നൽകി വരുന്ന, ഇപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഒരു യാത്ര ചോദിക്കുകയാണ് എന്ന്, ബഹുമാനപ്പെട്ട ഫൈലി ഉസ്താദ് അവരുടെ സ്നേഹനിധിയായ ഷാനീർ, ഈ മഹലിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി, ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകർ, എൻ്റെ മുന്നിലിരിക്കുന്ന ജ്യേഷ്ഠതുല്യരായ സഹോദരങ്ങൾ, പ്രിയങ്കരികളായ ഉമ്മമാർ, അല്ലാഹു നമ്മുടെ ഈ ആഗമനം, ഈ സംഗമം, സാന്നിധ്യം എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി റമദാനിൻ്റെ പ്രത്യേകമായ അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. ജീവിതയാത്രയിൽ വന്നുപോയ അപരാധങ്ങൾ കരുണാവാരിധിയായ അല്ലാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്തു തരട്ടെ. കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളെപ്പോഴും നനച്ചു പോകുന്ന, ആലോചിച്ചു പോകുന്ന, വേരുപോലെ നമ്മുടെ കൂടെ നിന്നിരുന്ന പലരും മൈലാഞ്ചി ചെടികൾ കഥ പറയുന്ന, മിസാൻ കല്ലുകൾ കാവൽ നിൽക്കുന്ന വിശാലമായ ഖബർസ്ഥാനിലാണ്. സാധുക്കളായ കൂടപ്പിറപ്പുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തിൻ്റെയും മർഹമത്തിൻ്റെയും വാതിലുകൾ തുറന്നു കൊടുക്കട്ടെ. എന്നെക്കുറിച്ച് പറഞ്ഞ ഷാനീര് പറഞ്ഞ വാക്കുകൾ സ്വാർത്ഥകമാവട്ടെ, എന്തെങ്കിലും അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
അതോടൊപ്പം ഒരു സത്യം ഞാൻ പറയാം, നിങ്ങളാരോടും പറയുമൊന്നും വേണ്ട, മനസ്സിൽ വെച്ചാൽ മതി. ഞാനങ്ങനെ ദുആക്ക് അർഹനായ ഒരാളൊന്നും അല്ല എന്നുള്ളതാണ്. ഇത് പറയണ്ട, മനസ്സിലൊന്നോട്ട് ആരും വിളിക്കാതായി പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദീർഘമായി സംസാരിക്കേണ്ടതുമില്ല. വളരെ അർത്ഥഗർഭമായ മനോഹരമായ സംസാരത്തിനു ശേഷമാണ് പ്രബുദ്ധമായ ഈ സദസ്സ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ നാട് ഒരു ബറക്കത്തിൻ്റെ നാടാണ്. ഞാൻ ഇന്നലെയും ഈ നാടിനെ അനുസ്മരിച്ചു. ഇന്നലെ ഒരു പള്ളി ഉദ്ഘാടനമുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് ഉള്ള ഒരു സമീപ ഗ്രാമത്തിൽ ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ എന്ന് ചരിത്രത്തിൽ മനോഹരമായി എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ നാടിനെ കുറിച്ച്. കേരളത്തിലെ പൗരാണികമായ പ്രഥമ മസ്ജിദ് കൊടുങ്ങല്ലൂർ ദേശത്ത് നിർമ്മിതി കൊണ്ടുവന്നത് ഈ നാടിൻ്റെ നിങ്ങളുടെ സൗഭാഗ്യമാണ്. കാലാന്തരങ്ങളായി മന്വന്തരങ്ങൾക്കിപ്പുറവും ഈ നാട് അനുസ്മരിക്കപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്. വല്ലാത്തൊരു ദിവസമാണ്, വല്ലാത്തൊരു ദിവസം. ഇന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ബഹുലമാണ്, ഗണഗംഭീരമാണ്. ഇന്നെന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു മനുഷ്യൻ്റെ കൂടെ 5 മലക്കുകൾ ഉണ്ടാവും. നൈരന്തര്യം ലൈവായിട്ട് 5 മലക്കുണ്ടാവും ഒരു മനുഷ്യൻ്റെ കൂടെ. ഡേ ഡ്യൂട്ടിയുള്ള 2 ആൾ, നൈറ്റ് ഡ്യൂട്ടിയുള്ള 2 ആൾ, പെർമനൻ്റ് അവർ മാറൂല, ഡ്യൂട്ടി മാറൂല, ഫുൾ ടൈം 24 hours ഒരാൾ. ഇങ്ങനെ 5 മലക്കുകൾ ഒരു മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവുക. അതിൻ്റെ പുറമെ ഇന്ന് ഒരു മലക്ക് കൂടി നമ്മളെ കാണാൻ വരികയാണ്. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഇടയിൽ വേറൊരു ലോകമുണ്ട്. മഹ്ശറയുടെയും ദുന്യവിയായ ജീവിതത്തിൻ്റെയും ഇടയിൽ മറ്റൊരു ലോകമുണ്ട്, ആലമുൽ ബർസഖ്. ഈ ആലമുൽ ബർസഖിലാണ് മലക്കുകൾ വിശ്രമിക്കുന്നത്. അവിടെയും മലക്കുകൾ വിശ്രമിക്കുന്നുണ്ട്. അവിടെ ഒരു അതിരുണ്ട്. ആ അതിരിൻ്റെ പേര് സിദ്റത്തുൽ മുൻതഹ എന്നാണ്. നമ്മൾ ഈ വേലിക്ക് പകരം ശീമക്കൊന്ന ഇങ്ങനെ ചില മരങ്ങളൊക്കെ നടാറുണ്ട്. ഇതുപോലെ ഒരു അതിർത്തി പ്രദേശമാണ്. അവിടെയുള്ള മരത്തിൻ്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. ആ മരത്തിൽ മനോഹരമായ അടുക്കുകളുള്ള, അതിൻ്റെ ഇല വളരെ ഹിജ്ർ നാട്ടിലെ തോൽപാത്രം പോലെ, നമ്മളത് കണ്ടിട്ടില്ല, നെറ്റിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും, വിശാലമാണ്. ആ മരത്തിൻ്റെ ചുവട്ടിലൂടെ ദീർഘ വർഷങ്ങൾ നടന്നെങ്കിലേ ആ മരത്തിൻ്റെ തണൽ അവസാനിക്കുകയുള്ളൂ. അത്രമേൽ വിശാലമായ മരമാണ്. ആ മരത്തിൽ അടുക്കുകളുണ്ട്. അടുക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തേനീച്ചയുടെ മനോഹരമായ മാനുഫാക്ചറിങ് എൻജിനീയറിംഗ് ഉള്ള ഒരു നിർമ്മാണമാണ് തേനീച്ചയുടെ. തേനീച്ചയുടെ അടുക്ക് കണ്ടിട്ടില്ലേ? അതിങ്ങനെ അതിൻ്റെ പല ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തേനീച്ച ഇരിക്കുന്ന സ്ഥലം, തേന് നിക്ഷേപിക്കാൻ വേണ്ടി. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു തേനീച്ചക്ക് മാത്രമേ അതിലിരിക്കാൻ കഴിയൂ. ഇരുന്നാൽ അത് ഫില്ലാവും, പിന്നെ ഒരു സ്പേസ് ഉണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇതുപോലെ ഈ മരത്തിൽ സിദ്റത്തുൽ മുൻതഹയിൽ ഒരു അടുക്കുകളുണ്ട്. ആ അടുക്കുകളിലാണ് മലക്കുകൾ ഇരിക്കുന്നത്. ആ മലക്കുകൾക്ക് ഒരേ ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ കൊല്ലത്തിൽ, ഇയറിൽ ഒറ്റ ഡ്യൂട്ടി. എന്താ ഡ്യൂട്ടി? ആ ഒരു കൊല്ലം അവരെന്താ ചെയ്യുന്നത്?
അവർ തസ്ബീഹിലാണ്, തഹ്ലീലിലാണ്, തഹ്മീദിലാണ്, തക്ബീറിലാണ്, സ്വലവാത്തുകളിലും സലാമുകളിലും നിമഗ്നനായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദിക്റുകളുടെ, സ്വലാത്തുകളുടെ, തഹ്ലീൽ, തസ്ബീഹുകളുടെ ആരവങ്ങളാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു വർഷം. അങ്ങനെ ലൈലത്തുൽ ഖദർ ആകുന്ന ദിവസം അതിലാ മലക്കുകൾ ഇരുന്നാൽ പിന്നെ ഒരു സ്പേസും ഉണ്ടാവില്ല. ആ മലക്കുകൾ അവിടെ നിന്ന് വരികയാണ് ലൈലത്തുൽ ഖദറിൽ. ലൈലത്തുൽ ഖദറിൽ വരും. ലൈലത്തുൽ ഖദറിൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യർ അവരെ തേടിയ വരിക. അവരുടെ നായകനാരാണ്? മലക്കുകളുടെ നായകനെ, മുത്തുനബിയുടെ വഹീന്റെ പ്രവാഹത്തെ ലോകത്തേക്ക് കടത്തിവിട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അലൈഹിസ്സലാം. സയ്യിദുനാ ജിബ്രീലാണ് അവരുടെ നായകൻ. വരുമ്പോൾ അവരുടെ അടുത്ത് 4 കൊടിയുണ്ടാകും. ഇന്ന് സംഭവിക്കാൻ പോവാണ്. 4 കൊടി. ഒരു കൊടി അവർ കുത്തുന്നത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, മക്കയിലാണ്. മക്കയിൽ കഅബയിൽ ഒരു കൊടി അവർ കുത്തും. രണ്ടാമത്തെ കൊടി മുന്നോട്ട് നോക്കിയാൽ മണൽത്തരികളും പിന്നോട്ട് നോക്കിയാൽ വടക്കൻ കാറ്റുകളും മാത്രം കാണുന്ന നയന മനോഹരമായ മദീന മുനവ്വറയിൽ ഒരു കൊടി കുത്തും. രണ്ടാമത്തെ കൊടി. മൂന്നാമത്തെ കൊടി പൊരുതുന്ന ഫലസ്തീനിന്റെ പുണ്യ നിറുകയായിട്ടുള്ള ബൈത്തുൽ മഖ്ദിസ്, അവിടെ ഒരു കൊടി. 4ാമത്തെ കൊടി തൂർ പർവ്വതത്തിൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബിയോ ഈസാ നബിയോ അവിടെ നിന്ന് ഇത് ഗ്രന്ഥം വാങ്ങിയ മൂസാ നബി അവിടെയും കുത്തും. എന്നിട്ടാണ് അവർ വരുന്നത്. വന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? ഈ ലൈലത്തുൽ ഖദർ ലഭിച്ച മനുഷ്യന് സലാം പറയും, അസ്സലാമു അലൈക്കും. എന്നിട്ട് ഈമാനിൽ കരിപ്പിടിപ്പിച്ച ഈ മനോഹരമായ നമ്മുടെ ശിരസിൽ, നെറ്റിയിൽ ഈ മലക്ക് ഉമ്മ വെക്കും. വല്ലാത്തൊരു അനുഭവമായിരിക്കും അല്ലേ? ഉമ്മ വെച്ചിട്ട് 1 വർഷം അവർ ചെയ്ത അമല് നമുക്ക് കൈമാറും, നമ്മുടെ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യും. ഇങ്ങനെ ആ മലക്ക് തിരിച്ചു പോകും. എവിടെയെന്ന്? ഉറങ്ങുകയാണെങ്കിലും, വീട്ടിലാണെങ്കിലും, മസ്ജിദുകളിലാണെങ്കിലും ഇത് കൈമാറും. ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കിട്ടാത്ത ആളുകളുണ്ട്, നമ്മളതിൽ പെട്ടുപോകരുത് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കിട്ടാത്തത് ആരാന്നറിയാം? സ്ഥിരമായ മദ്യപാനി, MDM, കഞ്ചാവിൻ്റെയും ലഹരികളുടെയും ലോകത്ത് വിഹരിക്കുന്ന മനുഷ്യൻ, അവന് ലഭിക്കുകയില്ല. കുടുംബങ്ങളോട്, സുഹൃത്തുക്കളോട് പിണങ്ങി നിൽക്കുന്നവനെയും ഈ മലക്ക് ഹസ്തദാനം ചെയ്യുകയില്ലെന്ന് ലോകത്തിൻ്റെ സത്തേ അല്ലാഹുവിന്റെ മുത്തേ മദീനയുടെ മണവാളന് മുഹമ്മദ് മുസ്തഫ അവരെ. അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ പിണങ്ങി നിൽക്കുന്നൊരു വേഗം വിട്ടോ, പണക്കം തീർത്തോ വേഗം. അവൻ്റെ അടുത്താ തെറ്റ്, എൻ്റെ അടുത്താ തെറ്റ്, അതിങ്ങനെ അതിങ്ങനെ സ്ക്രീൻ ചെയ്യണ്ട, വേഗം ചെല്ലേ, കിട്ടണോ? തുലാസിൽ തൂങ്ങുന്ന പ്രതിഫലങ്ങളുണ്ട്. തുലാസ് അറിയില്ലേ? ഒരുപാട് തുലാസ് ഉണ്ടല്ലേ? സ്വർണം തൂക്കണ തുലാസുണ്ട്, പല തുലാസുകളുണ്ട്. വലിയ ലോറിയൊക്കെ തൂക്കുന്ന തുലാസുണ്ട്. ഒരിക്കൽ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ഈ മീസാൻ തുലാസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കതൊന്ന് വിഷ്വൽ ചെയ്യാമോ എന്ന്, കാണിച്ചു തരാമോ എന്ന്. ഓക്കെ, ഞാൻ കാണിക്കാം. യു ക്യാൻ റെഡി?
തയ്യാറായിക്കോളൂ. തയ്യാറായി ഈസാ നബി കണ്ടതും ബോധരഹിതനായി താഴെ വീണു. എന്താ കാരണം? പടച്ചോനെ, ഈ തുലാസ് കണ്ടു, നന്മ തൂക്കുന്ന തുലാസ്. ഈ ഇത്ര വലിയ തുലാസിലേക്കൊക്കെ തൂക്കാൻ മാത്രം നന്മ വേണമെങ്കിൽ എത്ര നന്മ ചെയ്യണം ഒരു മനുഷ്യൻ? അത് കണ്ടിട്ടാ ബോധം കെട്ട് വീണത്. 3 അമലുകൾ ആ തുലാസിൽ മതിയാവുകയും ഇല്ല. അതിലൊരു 3 നന്മ ചെയ്താൽ ഈ തുലാസിൽ തൂക്കാൻ കഴിയില്ല. അതിന്റെ ആധിക്യം അത്രയായിരിക്കും, വെയിറ്റ്. അതിലൊന്ന്, പിണങ്ങി നിൽക്കുന്നവൻ ആദ്യമായി ആരോടാണോ പിണങ്ങി നിൽക്കുന്നവൻ, ആദ്യം ആ പിണക്കം തീർക്കുന്നവനിലെ ആദ്യക്കാരൻ. 2 പേർ പിണക്കമാണ്, പക്ഷേ അവൻ കരുതി തെറ്റാരെടുത്തോ ആവട്ടെ, ഞാൻ തീർക്കട്ടെ പിണക്കമെന്ന് ആദ്യം തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെടുന്നവന്റെ പുണ്യം ഈ തുലാസ് തൂക്കാൻ പാകമല്ലെന്ന് യുഗയുഗാന്തരങ്ങളുടെ ആചാര്യശ്രേഷ്ഠൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ഓടി വിട്ടോ, വേഗം വിട്ടോ, ഇവിടുന്ന് കഴിഞ്ഞാൽ ഉടൻ പരിപാടി അതാണ്, പള്ളിയിൽ എത്തുന്നതിന് മുമ്പ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. മാതാവിനോട് പിതാവിനോട് അരുതായ്മകൾ ചെയ്ത മനുഷ്യൻ നിന്നെ ഈ മലക്കിന്ന് ഹസ്തദാനം ചെയ്യില്ല, ഹസ്തദാനം ചെയ്യുകയേ ഇല്ല. അതുകൊണ്ട് വേഗം പോകൂ. തൂങ്ങാത്ത തുലാസിന്റെ നന്മയുടെ ഗാംഭീര്യം തുളുമ്പി നിൽക്കുന്ന മറ്റൊരു നന്മ, തുലാസ് കൊണ്ട് തൂക്കി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നന്മ. അജ്ഞതയുടെ അന്ധകാരങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒരു സമുദായത്തെ വിരാമമില്ലാത്ത വിജ്ഞാനത്തിന്റെ അനന്തതയിലേക്ക് ആവാഹിച്ച ആദിമധ്യാന്തങ്ങളെ ലോകനായകൻ പറയുകയാണ്. എന്ത്? നിങ്ങളുടെ മാതാപിതാക്കളോടും ഗുരുശ്രേഷ്ഠന്മാരോടും നിങ്ങൾ കാണിക്കുന്ന ആദബും മര്യാദയും നിങ്ങൾ നിങ്ങളെ ഫൈലിയോട് കാണിച്ച അഗൈതവമായ അവാജ്യമായ അനന്യാസാധാരണമായ ഒരു സ്നേഹമില്ലേ, ആ സ്നേഹത്തിന്റെ തൂക്കം തുലാസിൽ തൂങ്ങില്ല. അത് തൂക്കാനുള്ള തുലാസ് അള്ളാഹു സംവിധാനിച്ചിട്ടില്ല. കാരണം അത്രമേൽ നന്മയാണതെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തരട്ടെ. എന്തൊരു ആമീനൊക്കെ പറയാൻ മടി. ഞാൻ ഈ ആമീനെ കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ നാട്ടിൽ കുറെ ആൾ തറാവീഹിന് ആമീൻ പറയില്ല. ഇതിങ്ങനെ ഫുള്ളായിട്ട് വരികയല്ലേ ആമീൻ. നോമ്പ് തുറന്നിട്ടുള്ളൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയല്ലേ. കൊടുങ്ങല്ലൂരുകാരൊക്കെ ചെല്ലട്ടോ പറയണത്, മനസ്സിലായില്ലേ? അപ്പോ എന്നോട് പറഞ്ഞു കൊടുങ്ങല്ലൂർ ഇവിടെയാണ് ഭരണിപ്പാട്ട്, ഇവിടെ ഒരു ഉത്സവമൊക്കെ ഉണ്ടെന്ന് എന്നെ കാറുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ. എപ്പോഴും ആ നാടിനെ കുറിച്ച് എന്ത് പറയാ, നല്ലത് മാത്രം പറഞ്ഞാൽ മതി. മറ്റത് പോട്ടെ, ഭരണിപ്പാട്ട് കൊടുങ്ങല്ലൂർക്കാരതല്ല, അത് വേറെ ആൾ ഇവിടെ വന്ന് പാടുകയാണ് അല്ലേ. ശരി ശരി ശരി, ഞാൻ അവസാനിപ്പിക്കണം. ടൈം ഓവറായി. അപ്പം ഞാൻ തൗബയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എന്തോന്ന് പറഞ്ഞ് പൂർത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ വലിയ നന്മ നോമ്പിന് ആമീൻ പറയുന്നില്ല, സ്വഹാബികൾ ആമീൻ പറയുന്നുണ്ട്. സ്വഹാബികളുടെ ആമീനിന്റെ ശബ്ദ ഗാംഭീര്യത്തിൽ മട്ടുപ്പാവിൽ നിന്ന് പൊടികൾ തൊഴിഞ്ഞു വീഴുമായിരുന്നു. എന്ത്? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. സ്വഹാബികളുടെ ആമീനിന്റെ ശക്തി പ്രഭാവത്താൽ മദീന പള്ളിയുടെ മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് ധൂമപടലങ്ങൾ ഉതിർന്നു വീഴുമായിരുന്നുവെന്ന് ആമീനിനെ കുറിച്ച് വിശദമാക്കുമ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. നിങ്ങൾ തന്നെ അറിയണില്ലല്ലോ നിങ്ങൾ ആമീൻ പറയണത്. അതിലും വലിയ രസം. ഇനി ഭൂമിയൊന്നും കുലുക്കണ്ട, നമ്മളെന്നെ ഒന്ന് കുലുങ്ങിയാൽ മതി, അബൂബക്കർ കുലുങ്ങിയാൽ മതി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഓ കുലുങ്ങിയല്ലോ, ഒന്ന് കുലുങ്ങിക്കോ, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇനി തൗബയാണ്. തൗബ എന്ന് പറയുന്നത് അതൊരു കെട്ടിപ്പിടുത്തമാണ്. പല കെട്ടിപ്പിടുത്തമുണ്ട് അല്ലേ. ഒരു പുണരലാണ്. അള്ളാഹു നമ്മെ പുണരുകയാണ്, നമ്മൾ അള്ളാഹുവിനെയും പുണരുക.
ഉണരുകയാണ്. അള്ളാഹുവും നമ്മളും തമ്മിലൊരു തിരശ്ശീല ഉണ്ട്, ഒരു മറയുണ്ട്. ആ മറ അതിങ്ങനെ വളരെ സോഫ്റ്റായി നൈസായി വരുന്നൊരു സംഭവമാണ് തൗബ. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞ, നബിയെ, തെറ്റുകളുടെ വല്ലാതെ ആധിക്യം, വല്ലാതെ പാപം ചെയ്തു പോയി ഞാൻ. എനിക്കെന്റെ പാപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ല. ഇരിക്കടാ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അവിടെ ഇരിക്കേ. അങ്ങനെ പറയല്ലേ. നിന്റെ പാപത്തെക്കാൾ എൻ്റെ പാപത്തെക്കാൾ എത്രയോ വലുതാണ് എന്ത്? അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറ. നീ ചെയ്ത പാപങ്ങളുടെ ആധിക്യത്തെക്കാൾ എത്രയോ വലുതാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. ഒരു ഗ്ലാസ്സിൽ ഒരു ഹൗദിലെ വെള്ളം, അതിൽ വൃത്തികേടായ വെള്ളം, ആ ഹൗദിലേക്ക് ഒരു 10-15 ഹൗദിലെ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? ആ ഹൗദിലെ വെള്ളം ക്ലീൻ ആവും. അള്ളാന്റെ റഹ്മത്ത് നമ്മളിലേക്ക് ചേരുമ്പോൾ ഈ പാപങ്ങൾ പൊറുക്കപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. തൗബ ചെയ്യാനുള്ള ഒരു മനസ്സ്. തൗബ എന്ന് പറഞ്ഞാൽ സങ്കടമാണ്, ബേജാർ, പ്രയാസം. പഠിച്ചവനെ തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ആലോചനയാണ് നമുക്കുണ്ടാവേണ്ടത്. ആ ആലോചനകളെ നമുക്കിവിടെ കരഞ്ഞിട്ട് പോകണം. ഇപ്പൊ നിങ്ങൾ റെഡിയാണോ? കരഞ്ഞിട്ട് പോണം. റബ്ബിനെ ഓർത്ത് കരഞ്ഞിട്ട് ഈ ശ്വാസം പിരിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. കരഞ്ഞുകൊണ്ട് നമുക്ക് പോകണം. അസ്തഗ്ഫിറുള്ളാഹാണ് ആദ്യം ചൊല്ലേണ്ടത്. മനസ്സിലായില്ല? തൗബ നമ്മളിങ്ങനെ കിതാബിലൊക്കെ കാണാം. അതിങ്ങനെ ഓരോരുത്തർ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ പറയാൻ കാരണം, ഞാനൊരു സ്ഥലത്ത് തൗബ ചൊല്ലി, ഉസ്താദേ കിതാബിലുള്ള എന്തോന്ന് വിട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കിതാബിലുള്ളത് വിട്ടുപോയാൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് കറക്റ്റായാലും മതി. അപ്പോൾ അള്ളാഹുവിന് തൗബ വലിയ ഇഷ്ടമാണ്. തൗബ ചെയ്യുന്നവരെ ഇഷ്ടമാണ്. തൗബ ചെയ്യുന്നവർ നാളെ പ്രത്യേകം അള്ളാഹു, നമ്മൾ തെറ്റ് ചെയ്യുക, നമ്മൾ തൗബ ചെയ്യുക, എന്നിട്ട് അള്ളാഹു നമ്മളെ ആദരിക്കുക. എങ്ങനെയുണ്ട്? അള്ളാഹു നമ്മളെ ആദരിക്കും. തൗബ ചെയ്യുന്നവരോട് അള്ളാഹിന് വലിയ ഇഷ്ടമാണ്. ഒരാളൊരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, അന്ന് വണ്ടി കിട്ടിയില്ല, പിന്നിൽ പണിമുടക്കാണ്, പാപം ചെയ്യാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിനൊരു കൂലി കൊടുക്കും. എന്തിനെന്നറിയോ? പാപം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ അവന് കൂലി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പാപം ചെയ്യാൻ പോകുമ്പോൾ മലക്കുകളെ കൊണ്ട് അവനെ പറയും, അവൻക്ക് പ്രേരണ നൽകും. ചെയ്യല്ലേടി എന്ന് പറയാനുള്ളൊരു പ്രേരണ മലക്കുകൾക്ക് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അള്ളാഹു നമ്മളോട് വലിയ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ തുടങ്ങല്ലേ? കരയണം. സഹാബത്തിനോട് കരയാൻ പറഞ്ഞു റസൂൽ. സഹാബി പറഞ്ഞു, കരച്ചിൽ വരണില്ലല്ലോ, അമ്മാരി കട്ടിയല്ലേ കൽബ്, വരുവോ? എന്നാൽ ആക്ട് ചെയ്യൂ സഹാബ, നിങ്ങൾ അഭിനയിക്കൂ. ഒരുപാട് അഭിനയിക്കുമ്പോൾ പിന്നെ അത് ജീവിതമായി മാറും. മനസ്സിലായില്ലേ? നോമ്പ് കഴിഞ്ഞിട്ട് ആട് ജീവിതം കാണാലോ എന്നാ കുറെ ആൾക്കാരെ വിചാരിക്കണം. സത്യം. ഞാൻ ഇന്നലെ ഹയാത്താ കഴിഞ്ഞപ്പോൾ ഞാൻ പറയടാ, എന്തൊക്കെയാ വരും ഉസ്താദേ, ഈ ആട് ജീവിതം കണ്ടാൽ തെറ്റുണ്ടോ? ഞാൻ ഈ കഥ ബെന്യാമീൻ്റെ ആട് ഞാൻ കുറച്ച് വായിക്കുന്ന ആളാണ്, ഞാൻ മുമ്പേ വായിച്ചതാണ്. ഒന്നുമില്ല, ഒരു രാത്രി ഹയാത്താക്കാൻ പള്ളിയിലുണ്ടാവും. പറയണത് ഒന്നുമില്ല, റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾക്ക് നന്നായതല്ലേ. അതെ, ആടുജീവിതം കണ്ടാൽ കുഴപ്പമുണ്ടോ? അങ്ങനെ ആടുജീവിതം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലേ ഇതാ നേരെ നല്ല വഴി ഇതാ പുറത്തേക്ക്. ആടുജീവിതമായാലും ആനജീവിതമായാലും ഹറാം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഹറാമാണ് കേട്ടോ. അതിനേക്കാൾ വലുത് ആടുജീവിതം നമുക്ക് നയിക്കേണ്ടി വരും നരകത്തിൽ. മനസ്സിലായ? അല്ലാഹുക്കാകട്ടെ. ഈ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി
അല്ലാഹുവേ ഇന്നക അതിശയമായി നീ അഫൂൻ പുറത്തിരുന്നവനാണ്, തുഹിബ്ബു നീ ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി എനിക്ക് പുറത്തിരണേ, എനിക്ക് പുറത്തിരണേ. അല്ലാഹ് എനിക്ക് പറ്റാത്ത ഇഷ്ടം, എത്ര അങ്ങ് പുറത്തു കൊടുത്താലും വെറുപ്പില്ല, ചോദിക്കുന്നതോട് അല്ലാഹ്ക്ക് ഇഷ്ടം. ഈ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എവിടം വരെ എത്തിക്കണം എന്നറിയോ നിങ്ങള്? എവിടെ വരെ എത്തിക്കണോ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അവിടം വരെ എന്തെത്തിക്കണോ? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ. ഇനി വിശ്രമമില്ല. ആട് ജീവിതം കാണാൻ പോയാലോ എന്ന് ആലോചിക്കലല്ല, ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മനസ്സ് ഫുള്ള് ഇവിടെ വേണം. ഞാൻ ചൊല്ലിത്തരല്ല നിങ്ങൾക്ക്, ഞാൻ എണ്ണം പറയാത്ത അതുകൊണ്ടാണ്. ഞാനൊരു എണ്ണം പറഞ്ഞ ഞങ്ങൾ ആ എണ്ണത്തിൽ പിടിക്കും, കൗണ്ട് ചെയ്യും. കൗണ്ട് ചെയ്യണ്ട, കൽബ് കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥം കുറയോ. തങ്ങൾ പറഞ്ഞ 111 11 കഴിഞ്ഞു ഉസ്താദേ. മനസ്സ്, നാവിന് പല ഭാഷയുണ്ട്, കൽബിന് ലോകത്തൊറ്റ ഭാഷയേ ഉള്ളൂ. കൽബുണ്ട് പറയാം, അതങ്ങൾക്ക് ഒരു ആവത്ത വരാത്തത്. കൽബുണ്ട് പറയാം, കണ്ണം കടച്ചോളൂ, എല്ലാം പോട്ടെ, എല്ലാ സകല പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറട്ടെ. അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടമാണ്, അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാണ്, അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാണ്. നമ്മൾ ചെയ്ത അപരാധങ്ങൾ റബ്ബിനോട് ഏറ്റു പറയുമ്പോൾ നീ ചെയ്ത പാപങ്ങൾ മലക്കുകളുടെ കടലാസുകളിൽ നിന്ന് അള്ളാഹു ഡിലേറ്റ് ചെയ്യുകയും അവരുടെ ഓർമ്മപദങ്ങളിൽ നിന്ന് അള്ളാഹു ഡിലേറ്റ് ചെയ്യുകയും ആ തെറ്റിന് സാക്ഷിയായ സാഹചര്യങ്ങളുടെ ഓർമ്മകളുടെ അകത്താളങ്ങളിൽ നിന്ന് അതിനെ ഡിലേറ്റ് ചെയ്ത് നീ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനായി നിന്നെ അള്ളാഹു രൂപപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. നീയും ഞാനും നരകത്തിൽ പോകരുത് നമ്മുടെ റബ്ബ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ സ്നേഹിക്കുക. അള്ളാഹുവിനുള്ള സ്നേഹം മനസ്സിൽ വരട്ടെ. ഉമ്മ എന്ന് വിളിക്കും ഒരു വികാരം നമുക്കുണ്ട്, ബാപ്പ എന്ന് വിളിക്കും ഒരു വികാരം, അല്ലാഹ് യാ അല്ലാഹ് എന്ന് വിളിക്കും ഒരു വികാരം നമ്മുടെ മനസ്സിലുണ്ടാവണം. അസ്തഗ്ഫിറുല്ലാഹ്, ചെയ്തു പോയി റബ്ബേ, പുറത്തേരണേ റബ്ബേ എന്നതാണ് അതിൻ്റെ അർത്ഥം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹ് മനസ്സിൻ്റെ ഉള്ളിൽ തേങ്ങണം. ഈ അല്ല പറയുമ്പോൾ കരയണം. നമുക്ക് മക്കളെ തന്നു റബ്ബ്, ഭാര്യയെ തന്നു റബ്ബ്, സമ്പത്ത് തന്നു റബ്ബ്. അവൻ്റെ നിയമങ്ങൾ നമ്മൾ ലംഘിച്ചു, തീരുമാനങ്ങൾ ലംഘിച്ചു, പാപങ്ങളിലും അനുസരണക്കേടിലും നമ്മൾ വഴിമാറി. എന്നിട്ടും റബ്ബ് നമ്മുടെ സമ്പത്ത് കുറച്ചില്ല, ആരോഗ്യം തന്നു. പലരും കൊറോണയിൽ അമർന്നുപോയി, പലരും അപകടത്തിൽ ഹോമിക്കപ്പെട്ടു, പലരും നട്ടത്തിൻ്റെ പടിവാതിൽക്കൽ ചെന്നു നിന്നു. റബ്ബ് നമ്മളെ കൈപിടിച്ചു, റബ്ബ് ഇവിടെ എത്തിച്ചു, ഈ സദസ്സ് വരെ എത്തിച്ചു. അല്ലാഹ് 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 സ്നേഹത്തോടെ വിളിക്കും. അല്ലാഹ് അല്ലാഹ്
Allah, 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 Allah. ഒരു നന്ദി ഞങ്ങൾ ചെയ്തില്ല റബ്ബേ, ഞങ്ങൾ നിന്നോട് നന്ദി കാണിച്ചില്ല റബ്ബേ. എന്നിട്ടും നീ ഞങ്ങളെ നിന്റെ സംരക്ഷണത്തിലിട്ടു. ഞങ്ങളെ ഇതുവരെ നീ തെറ്റിപ്പൂറ്റി വളർത്തി. ഒരു മാരകമായ രോഗത്തിന്റെ അടിമകളായി ഞങ്ങളെ നീ ബോധമറ്റ് കിടത്തിയില്ല. അല്ലാ, 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 അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അൽ ഖദീം. ബക്കറ്റ് വരുമ്പോൾ തൗബ സ്വീകരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സംഖ്യ നിങ്ങൾ അതിൽ നിക്ഷേപിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ചൊല്ലിക്കോളി. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. വായ തുറന്ന് ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ لا إله إلا هو الحي القيوم من كل ذنب ഞാൻ ചലിത്തുന്ന ചൊല്ലുക. من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب. استغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ഞങ്ങളുടെ തമ്പുരാനെ, അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും മറവിയിലും വെളിച്ചത്തിലും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും നിന്റെ ഫുർഖാനിൽ അലീമാകുന്ന വേദത്തിൽ കൽപ്പിച്ച പ്രകാരം ഖാലിസായ തൗബ ചെയ്ത് ഞങ്ങൾ മടങ്ങുകയാണ്. മേലാൽ ഇനിയൊരിക്കലും ഒരു ദോഷവും ഞങ്ങൾ ചെയ്യുകയില്ല അല്ലാ. ദോഷത്തിലേക്ക് ഞങ്ങൾ മടങ്ങുകയില്ല അല്ലാ. ഞങ്ങളെ കരുതി ഉറപ്പിച്ച് പറയുകയാണ് അല്ലാ ഞങ്ങൾ തമ്പുരാനെ. ഖാൽ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ അല്ലാഹ് തമ്പുരാനെ,
ഞങ്ങൾ അനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത് പാപികളായിപ്പോയി അല്ലാ. ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം, അതിൻ്റെ വണ്ണം അല്ലാഹുവേ നീ നിൻ്റെ കൃപ കൊണ്ട് പുറത്തു തരണേ അല്ലാ. അങ്ങനെ നീ പുറത്തു തന്നില്ല എങ്കിൽ നിന്റെ കഠിനമായ നരകത്തിൽ ഞങ്ങൾ വെന്തുരുകും റഹ്മാനെ. അല്ലാഹുവേ നിന്റെ കൃപ കൊണ്ട് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ജഹന്നം എന്ന നരകത്തിന് തൊട്ട് ഞങ്ങൾ സലാമത്താക്കണേ അല്ലാ. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ ശൈത്താന്റെ വഴിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബുകളെ ജസദുകളെ കാക്കണേ റഹ്മാനെ. റഹ്മത്തിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളെ ഈമാനോടുകൂടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ മരിപ്പിക്കണേ അല്ലാഹ്. ഖബറിൽ രണ്ടാമത് ഹയാത്തിട്ട് മഹ്ശറ കൊള്ള യാത്രയാക്കുമ്പോൾ ഞങ്ങളെ നന്മ തിന്മകൾ എഴുതപ്പെട്ട കിതാബുകൾ വലം കൈയിലേക്ക് നീ നൽകണേ തമ്പുരാനെ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇനി ഒരിക്കലും ഒരു തെറ്റും ഞങ്ങൾ ചെയ്യൂല റബ്ബേ. അൽഹംദുലില്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ അൽ മലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഞങ്ങളുടെ സകല ദോഷങ്ങളും വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ ഫാത്തിഹത്തുൽ കിതാബ് മുഅവ്വദിനി ഖലാസ സൂറകളെ തഹ്ലീലുകളെ തസ്ബീഹുകൾ ഞങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇവിടെ അന്ത്യവിശ്രമുള്ളത് മഹാന്മാരായ അതിൻ്റെ അമ്പിയാക്കളുടെ ഔലിയാക്കന്മാരുടെ ശോനാക്കന്മാരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ദറജകളെ നീ ഉയർത്തണേ അല്ലാഹ്. അല്ലാഹു അവർ കാരണമായി ദിവസത്തിൻ്റെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ സകലമായ പാപങ്ങളും വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എല്ലാ ഉജ്ബിരിയായ ഹസദ് ഫസാദുകൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹ് ദീർഘായുസ്സ് തരണേ അല്ലാഹ്. ആഫിയത്തോടെ തരണേ അല്ലാഹ്. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സന്തോഷത്തോടെ നിന്റെ ഹബീബിനെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരി തൂകി നിന്നിലേക്ക് യാത്രയാവാൻ തൗഫീഖ് തരണേ അല്ലാഹ്. പെടുന്നതിനുള്ള മരണങ്ങൾ, പ്രയാസമാകുന്ന പെടുന്നതിനുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ആഫത്ത് മുസീബത്തുകളാലുള്ള മരണങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ചെയ്തു പോയ പാപം കാരണം മരിക്കുന്ന നേരത്തെ അദാബിന്റെ മരണത്തിൽ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഖലഖറാന്ന് അട്ടഹസിച്ച് കാട്ടിച്ച് മൂത്രിച്ച് ദുർഗന്ധം വന്ന് അസഹ്യമായ പീഡനപർവങ്ങൾ ഏറ്റുവാങ്ങി ദുരിതപൂർണമായ മരണം വരിക്കുന്നവർ ഞങ്ങൾ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പലരും ആശുപത്രിയിലാണല്ലോ, ഹോസ്പിറ്റലിൽ കിടക്കയിലാണ്, ഐസിയുവിലാണ്. അല്ലാഹ് ശിഫാ നൽകണേ തമ്പുരാനെ. കാലങ്ങളോളമായി മൂത്രത്തിലും കാട്ടത്തിലും കിടക്കുന്ന രോഗികളുണ്ട്. അല്ലാഹുവേ നീ
ശമനമാണ് ഖൈറെങ്കിൽ ശമിപ്പിക്കുകയും ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിതം നൽകുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗം വന്ന് കിടന്ന് വീട്ടുകാർക്കും ഉറ്റവർക്കും ഇവനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലും നാശിച്ചു പോകുന്ന ഭാരമായി മാറുന്ന ഒരു കിടത്തത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളൊരാൾക്കും ഭാരമാകരുതേ അല്ലാഹുവേ, ഹോസ്പിറ്റലൈസിലായി കഴിയുന്ന രോഗികളിന് ശിഫ നൽകണേ പടച്ചവനെ, നിന്നോടുള്ള മഹബ്ബത്ത് ഏറ്റിത്തരണേ നീ ഞങ്ങളോട് മഹബ്ബത്ത് വെക്കണേ ഞങ്ങളെ നാവ് ദിക്റിന്റെ നാവാക്കണേ ഞങ്ങളെ കൽവ് നിന്നെ ഓർക്കുന്ന കൽവാക്കണേ നിന്റെ കൃപയും നിന്റെ കാവലും ഏറ്റിത്തരണേ ഇബാദത്തിൽ പ്രത്യേകമായ തൗഫീഖ് തരണേ ഞങ്ങൾ അമല് കുറഞ്ഞവനാ പാണ്ഡിത്യം കുറഞ്ഞവനാ ഖുശൂഉം ഈമാനും കുറഞ്ഞവനാ നിന്റെ അങ്ങേയറ്റത്തെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഹലാലായ സമ്പാദ്യം തരണേ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, സിയാറകൾ നടത്താൻ, സാധുക്കളുടെ കൂടെ നിൽക്കാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി തന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. പലരും രോഗികളാണല്ലോ, പ്രഷറുള്ളവർ, പ്രമേഹമുള്ളവർ, ഷുഗറുള്ളവർ, പാൻക്രിയാസിസ് കൊണ്ട്, സോറിയാസിസ് കൊണ്ട്, ഡയബറ്റിസ് കൊണ്ട്, തൈറോയ്ഡ് കൊണ്ട്, ഊരവേദന കൊണ്ട്, നടുവേദന കൊണ്ട്, ഡിസ്കിന്റെ കംപ്ലൈന്റ് കൊണ്ട്, കഫത്തിന്റെ പ്രയാസം, ശ്വാസത്തിന്റെ പ്രയാസം, ദഹനത്തിന്റെ പ്രയാസം, മാറാത്ത തലവേദന കൊണ്ട്, മാറാത്ത പല്ലുവേദന കൊണ്ട്, ചെന്നിക്കുത്ത് തലവേദനകളെ കൊണ്ട്, ചെവിയുടെ പ്രയാസങ്ങളെ കൊണ്ട്, ഓർമ്മശക്തി കുറയുന്ന അസുഖങ്ങളെ കൊണ്ട്, തലകറക്കം കൊണ്ട്, രക്തസമ്മർദ്ദങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, ആമാശയ രോഗങ്ങൾ, പിത്താശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, കുടലാശയ രോഗങ്ങൾ നീ ശമിപ്പിക്കണേ തമ്പുരാനെ. രക്തസംബന്ധമായ രോഗങ്ങളുണ്ട്, യൂട്രേഷൻ എടുത്തു കളഞ്ഞ ആളുകളുണ്ട്, രക്തം പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, ടെസ്റ്റിന് കൊടുത്ത ആളുകളുണ്ട്, ചില അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട ആളുകളുണ്ട്. അല്ലാഹുമ്മ അന്ത ശാഫി, അന്ത കാഫി, അന്ത മാഫി, യാ ഹന്നാൻ, യാ മന്നാൻ, യാ ദയ്യാൻ, നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ശിഫായ് തരണേ മാരകമായ ക്യാൻസർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, വെള്ളപ്പാണ്ട് രോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ റഹ്മാനെ. എപ്പോഴും തളർച്ച, എപ്പോഴും ക്ഷീണം, ഉറങ്ങാൻ പ്രയാസം, ഉറങ്ങിയാൽ എഴുന്നേൽക്കാൻ പ്രയാസം, എപ്പോഴും മനസ്സിന് പ്രയാസം, വസ്വാസിന്റെ ബുദ്ധിമുട്ട്, സിഹറിന്റെ ബുദ്ധിമുട്ട്, കണ്ണീറിന്റെ ബുദ്ധിമുട്ട്, ശൈത്വാനിയ ബുദ്ധിമുട്ടുകൾ, അല്ലാഹുവേ നീ എല്ലാം ശിഫയാക്കണേ റഹ്മാനെ, സുഖപ്പെടുത്തണേ റഹ്മാനെ. ബിഹഖി മുഹമ്മദിൻ മുസ്തഫ വബിഫളലി മുഹമ്മദിൻ മുസ്തഫ വബിജാഹി മുഹമ്മദിൻ മുസ്തഫ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദിൻ മുസ്തഫ. ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ രോഗത്തിന്റെ അംശങ്ങളുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ തമ്പുരാനെ. മകളെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞു, സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടു ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെഞ്ചുവേദന കാരണം എറണാകുളം ഹോസ്പിറ്റലിൽ കഴിയുന്ന കുഞ്ഞിന്റെ എല്ലാ രോഗങ്ങളും മാറാൻ, അതുപോലെ എൻ്റെ മരുമകൻ്റെ ജോലിക്കാരും റാഹത്താവാൻ വേണ്ടി തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ നടക്കുകയാണ്, അത് എളുപ്പമായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ. അതുപോലെ എൻ്റെ ഭർത്താവിന് ഡ്രൈവറാണ്, ഓട്ടം കുറവാണ്, യൂബർ ഓടുകയാണ്, വാടക വീട്ടിലാണ് താമസം, കടം തീരാൻ ദുആ ചെയ്യണേ. മകന്റെ അസുഖം ഭേദമാകാൻ 1000 റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്തിയ സഹോദരന്റെ കുടുംബത്തിന് വേണ്ടി അല്ലാഹുവേ അവരുടെ കുടുംബത്തിന് നീ ഖൈർ നൽകണേ അല്ലാഹ്. സഹോദരിയുടെ ക്യാൻസർ ഓപ്പറേഷനാണ്, ഇന്ന് ദുആ ചെയ്യണേ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖം മൂലം പ്രയാസപ്പെടുന്ന വെളുത്ത കളവ് സ്വദേശി ശാരീരിക സ്വത്തിന് വേണ്ടി ദുആ ചെയ്യണേ. എൻ്റെ മകൾ അബൂബിൻ്റെ ജനുവരിയിൽ ശ്വാസകോശം ചുരുങ്ങുന്നതിനായി വലിയ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പിന്നെയും ശ്വാസകോശം ചുരുങ്ങി വരുന്നു. അല്ലാഹുവേ, ഈ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. അവൻ്റെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബന്ധുക്കൾ, അല്ലാഹുവിന്റെ ഖബറുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് നീ അവരുടെ പഠനങ്ങളും വിജ്ഞാനങ്ങളും വിദ്യാഭ്യാസത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. സൽസമാധികളാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹു വിവാഹപ്രായമെത്തിയ മക്കൾക്ക് ഇണതുണകളെ നൽകണേ തമ്പുരാനെ. റഹ്മാനും റഹീമുമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, വിവാഹം അല്ലാഹുവേ, കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്.
അല്ലാഹു ഞങ്ങളുടെ വീട്ടിൽ അല്ലാഹുമ്മ അൻസിലി നിഅമത്താവൽ ബറകത്താവൽ ഖുവത്താവൽ സലാമത്തവൽ ആഫിയത്ത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച മൊയ്തീൻ നോടക്കാലി ആസ്റ്ററിൽ ക്യാൻസറിന്റെ ചികിത്സയിലാണ്. നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ഹജ്ജ് പൂർത്തിയാക്കാൻ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ ഉംറ ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹ്. റസൂലുള്ളാഹിയുടെ മഹബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവരെ സലാത്ത് ചൊല്ലാൻ യഖ്റത്തിലും മനാമിലും അവരെ ദർശനം ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ ഖബർ എളുപ്പമാക്കണേ അല്ലാഹ്. ഹിസാബ് എളുപ്പമാക്കണേ അല്ലാഹ്. മഹ്ശർ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മഹബത്ത് നൽകണേ അല്ലാഹ്. അവരുടെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. പ്രവാസികളായ ധാരാളം ആളുകൾ അവരുടെ കച്ചവടത്തിൽ ജോലിയിൽ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ കടത്തിലാണല്ലാ. കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. കിട്ടാനുണ്ട് കൊടുക്കാനുണ്ട് എളുപ്പമാക്കണേ അല്ലാ. ദുആ കൊണ്ട് മടുക്കാത്ത തമ്പുരാനെ, ദുആ കൊണ്ട് മടുക്കാത്ത തമ്പുരാനെ, തേടുന്നവർക്ക് കൈനിറയെ കൊടുക്കുന്ന തമ്പുരാനെ. അല്ലാഹുവേ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകർ, മഹ്‌ല ജമാഅത്തിന്റെ ഭാരവാഹികൾ, യാത്രയിൽ അനുഗമിച്ച സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, അല്ലാഹുവേ ഈ പരിപാടിയിൽ വന്ന മുഴുവൻ ആളുകളുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അബ്ദുൽ നാസർ മഅ്ദിനി അല്ലാഹുവേ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ ആശുപത്രിയിലാണ്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ചികിത്സ പരിപൂർണമായി നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ സാലിഹീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരായ ഞങ്ങളെ നീ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ 5000 രൂപ കൊടുത്തവരുണ്ട്, 1000 രൂപ കൊടുത്തവരുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ മലക്കുകൾ ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളെ ഹസ്തദാനം ചെയ്യുകയും നിറുകയിൽ ചുംബിക്കുകയും സലാം പറഞ്ഞ് അമലുകൾ സമർപ്പിച്ച് തിരികെ പോവുകയും ചെയ്യുന്ന വിജയികളിൽ ചേർക്കണേ അല്ലാഹ്. اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن خصم عنهم شهر رمضان. ഈ ദുആ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ മജ്ലിസിൽ മുത്ത് മുഅ്മിനീങ്ങൾ സഹോദരങ്ങൾ അവിടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി വീട്ടിൽ തരണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണവ ബാവാ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈകാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. എല്ലാവരും ദുആ ചെയ്യണം. സാധുവാനക്ക് വേണ്ടി ദ്വാരക്കണം. സ്വഭാവം നന്നാവാൻ വേണ്ടി ദ്വാരക്കണം. നല്ലൊരു മനുഷ്യനാവാൻ ദ്വാരക്കണം. ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ, ആ മരണസമയത്ത് അങ്ങനെ പറയാൻ നിങ്ങൾ എനിക്ക് കൊണ്ട് ദ്വാരക്കണം. പൊന്നുമോമിനിങ്ങളെ ദ്വാരക്കണം. ഞാൻ മരണപ്പെട്ടു എന്ന വിവരം ഒരിക്കൽ നിങ്ങളെ തേടിയെത്തുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങൾ ദുആ ചെയ്ത ഒരുത്തനാണവൻ, അവന് പുറത്തു കൊടുക്കണേ എന്ന് നിങ്ങൾ സ്വർണ്ണ നാക്കുകളെ കൊണ്ട്, നല്ല നാക്കുകൊണ്ട് നിങ്ങൾ പറയണേ എന്ന് ഓരോ ഉമ്മമാരോടും സഹോദരങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്.